എന്താണ് ഈ പ്രായമായ ആളുകളുടെ എല്ലാവരുടെയും വിഷമങ്ങളോ അവരുടെ സുഖങ്ങളോ ദുഃഖങ്ങളോ വിഷമങ്ങളോ എന്താലോചിച്ച് നോക്കും നിങ്ങൾ. ഇവർക്ക് മിക്കവർക്കും മക്കളുണ്ട് എന്നതാണ് അതിന്റെ സത്യാവസ്ഥ. ആ മക്കൾ ഈ കാര്യം നിർവഹിച്ചാൽ പ്രശ്നം തീർന്നു. ആകാശത്തുനിന്ന് പുതിയ വാപ്പാരിങ്ങനെ വന്നിറങ്ങുന്നില്ല. ഇവിടെ ഉള്ള ആളുകൾ വാപ്പമാരായവരാ, വൃദ്ധന്മാരായവരാ, അവർക്ക് മക്കളില്ലായിരുന്നു. ഈ മക്കൾ ഇവരെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇവരിങ്ങനെ നിരാരംഭരാകുമായിരുന്നു. ഇതിനേക്കാൾ മെച്ചപ്പെട്ടൊരു സംവിധാനം നിങ്ങൾ പറ. തന്റെ തന്തയെയും തള്ളയെയും നോക്കടോ താൻ ആദ്യം എന്ന് പറയുന്ന ഒരു ചുമതല ഈ വ്യക്തികളെ ഏൽപ്പിച്ചു. പലർക്കും ഒരു കുട്ടിയോ രണ്ടു കുട്ടിയോ ആയിരിക്കാം, പലർക്കും കൂടുതലുണ്ടാവും. അവരുടെ കൂട്ടുത്തരവാദിത്തമാണ്. ആർക്കെങ്കിലും അവരിലൂടെ സ്വർഗത്തിലെത്താൻ സാധിച്ച രക്ഷപ്പെട്ടു. നശിക്കട്ടടാ എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. തൊലഞ്ഞടാ എന്ന വാക്കിന്റെ അർത്ഥം അറബിയില് 3 തവണ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹാബികൾ ചോദിച്ചു, നിങ്ങൾ ആരെ പറ്റിയാണ് ഈ പറയുന്ന പ്രവാചകൻ? ഞാനോ? ഒരുത്തന് തന്റെ മാതാപിതാക്കളിൽ 2 ആളോ അല്ലെങ്കിൽ 1 ആളെയോ വാർദ്ധക്യ സമയത്ത് ലഭിച്ചിട്ട് അവരിലൂടെ സ്വർഗം പോകാൻ സാധിക്കാത്തവൻ തൊലയട്ടെ. വൃദ്ധരായ മാതാപിതാക്കളെ 2 പേരെയോ 2-ൽ 1 ആളെയോ സംരക്ഷിക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ട് ആ അവസരം ഉപയോഗപ്പെടുത്താൻ സാധിക്കാതെ അവരെ അവഗണിക്കുകയും ദ്രോഹിക്കുകയും ചെയ്തവനില്ലേ, അവൻ നശിക്കട്ടെ, തുലയട്ടെ എന്ന് പ്രാർത്ഥിച്ചു വെച്ചിട്ടാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര പോയത്. ആ പ്രാർത്ഥന റബ്ബിന്റെ കോടതിയെ സ്വീകരിക്കുമല്ലോ. അപ്പൊ അത്ര ഗൗരവത്തിലാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഓരോരുത്തരും പ്രായമായവന്റെ എല്ലാ സമൂഹത്തിലുണ്ടാകുന്ന ആ വിഷയം മുഴുവൻ ഇസ്ലാം പരിഹരിച്ചു. മക്കളോട് പറഞ്ഞു, നിങ്ങളെ ചുമതലയാണത്, നിങ്ങളെ ഉത്തരവാദിത്തമാണത്, നിങ്ങളേക്കോളൂ. എന്നിട്ട് പറഞ്ഞത് ഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളോട് അനുസരണക്കേടെന്ന സാധാരണ അതിന് മലയാളം പറയാറ്. എനിക്ക് തോന്നുന്നു അത് പോരാ ആ വാക്കിന്റെ അർത്ഥമെന്ന്. കാരണം മാതാപിതാക്കൾക്ക് വിഷമമുണ്ടാക്കുന്ന എല്ലാം ഉൾക്കൊള്ളുന്നൊരു വാക്കാണ് അത്. മഹാപരാധങ്ങളിൽപ്പെട്ടതാണ്. ശിർക്ക് കഴിഞ്ഞപ്പോ പറഞ്ഞ 2ാമത്തെ വാക്കെന്താ? ഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളോട് ഉഖൂഖ് കാണിക്കുക എന്നുള്ളതാണ്. കേട്ട് ധരിച്ചിരിക്കാനല്ല, സ്വന്തം ജീവിതത്തെ വിലയിരുത്താനാ. നഷ്ടപ്പെട്ടു പോയ സന്ദർഭങ്ങൾ തിരിച്ചെടുക്കണം. ജീവിച്ചിരിക്കുന്നില്ല കാൽക്കൽ അവരോട് പറഞ്ഞ് മാപ്പേക്കണം. ഇനിയുള്ള സമയങ്ങളിൽ ഉഖൂഖ് പരിഹരിക്കാവുന്നിടത്തോളം ഇഹ്സാൻ കൊണ്ട്, നന്മകൾ കൊണ്ട് അവരെ മൂടാൻ സാധിക്കണം. ഒരു സഹാബി തന്റെ അമ്മാനെ തലയെ ചുമന്നുകൊണ്ട് തവാഫ് ചെയ്യാം. അയാൾ ചോദിച്ചു, പ്രവാചകര് ഇങ്ങനെ ചെയ്താൽ ഞാൻ എൻ്റെ അമ്മാനോടുള്ള കടപ്പാട് വീഡിയോന്നായി കണക്കാക്കുമോ എന്ന് ചോദിച്ചു. അയാൾ അതിനു വേണ്ടിയിട്ട് കാണിക്കാൻ വേണ്ടി ചെയ്തതല്ല, അറിയാനല്ല. എൻ്റെ അമ്മാന്റെ ഒരു നെടുവീർപ്പിനൊപ്പാവൂലടാ ഇത് എന്ന് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി. നിന്റെ ഉമ്മ നിന്റെ ജീവിതത്തിൽ, ആ ഉമ്മയുടെ ജീവിതത്തിൽ നിനക്ക് വേണ്ടി അർപ്പിച്ച ഒരു നെടുവീർപ്പിൽ ഒരു സഫറത്ത്, അതിന് തുല്യമാവൂല ഇമ്മാനെടുത്ത് നടക്കണ നടത്തം. എന്നിട്ടല്ലേ ഇപ്പൊ അത് എവിടേക്കും എത്തിലോടോ. നമ്മളൊന്നും ചെയ്താൽ നമ്മുടെ മാതാപിതാക്കൾ ചെയ്യുന്ന പ്രത്യുപകാരമാവില്ല. അങ്ങനെ ചിന്തിക്കാനും പാടില്ല. ഞാൻ കുറെ ചെയ്തില്ലേ എന്ന് വിചാരിക്കണ്ട. ഉമ്മയെ ചുമലിലേക്ക് തവാഫ് ചെയ്യുന്ന സഹാബിയോട് പറഞ്ഞ വാചകം താൻ തന്റെ ഉമ്മാക്ക് പ്രത്യുപകാരം ചെയ്യുന്നു വിചാരിക്കണ്ട. അത് ഉമ്മ തനിക്ക് വേണ്ടി നടത്തിയ ഒരു നെടുനിശ്വാസത്തിന് പോലും പ്രത്യുപകാരമാവില്ല എന്നാണ്. അപ്പൊ സത്യത്തില് മാതാപിതാക്കളുടെ ഇഷ്ടത്തെ മറികടന്നുകൊണ്ട് അവരെ അടിച്ചമർത്തുക, അഭിപ്രായം പറയാൻ സമ്മതിക്കാതിരിക്കുക, അവരെ അവഗണിക്കുക, അനാദരിക്കുക, ഒന്ന് കൂട്ടം കൂടാനോ സംസാരിക്കാനോ സമ്മതിക്കാത്ത വിധം അവരെ നിയന്ത്രിക്കുക, ഇതൊക്കെ ഉഖൂഖിൽ പെടൂലേ? നമ്മൾ ആലോചിക്കുക. നമ്മൾ വിചാരിക്കുന്നത് ബാപ്പ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടെന്നാ. ബാപ്പ പറയാറില്ല, കാരണം മോനെ ഇഷ്ടപ്പെടാവെന്ന് വിചാരിച്ചിട്ട്. ഉമ്മപ്പ പറയാറില്ല, മോൾക്ക് അത് ഇഷ്ടപ്പെടാവെന്ന് വിചാരിച്ചിട്ട്. അവർ നമ്മളെ വളർത്തിയെത്തിയ ആളുകളാണ്. അവർക്ക് നമ്മളോട് എപ്പോഴും സ്വതന്ത്രമായി പെരുമാറണം. ഉമ്മയും ഉപ്പയും മക്കളോട് സംസാരിക്കാൻ നല്ല നേരം നോക്കണോ? മോന്റെ മൂഡ് നോക്കണോ? മോന്റെ ഇഷ്ടപ്പെടാൻ ആലോചിക്കണം. അവര് നമ്മൾ മനസ്സിലാക്കി വെച്ചത് ഇപ്പൊ ചെലവിന് തരുന്നത് ഞാനാണ് ബാപ്പ, ഞാൻ പറഞ്ഞാൽ കേട്ടോളം. നിങ്ങൾക്ക് എവിടുന്ന ഈ തത്വം കിട്ടിയത് നിങ്ങളൊന്ന് പറഞ്ഞുതരുമോ? ചെലവിന് കൊടുക്കണോന് ബാപ്പാനെ നിയന്ത്രിക്കാൻ അവകാശം ഉണ്ട് എന്ന്, ചെലവിന് കൊടുക്കണോന് ഉമ്മാനെ നിയന്ത്രിക്കാൻ അവകാശം ഉണ്ടത് നിങ്ങൾ ഏത് തത്വത്തിന്റെ പേരിലാണ് കണ്ടുപിടിച്ചത്? ഇല്ല. തെറ്റുകളിലേക്ക് വഴുതി പോകുന്ന മാതാപിതാക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ സദാചാരത്തിന്റെ പേരിൽ നിയന്ത്രിക്കുന്ന നിയന്ത്രണത്തെ ഞാൻ വിലക്കുന്നില്ല. അതും ബഹുമാനത്തോടെ, സ്നേഹാദരവോടെ. അതല്ലല്ലോ സംഭവിക്കുന്നത്. ഞാൻ എന്താണെന്നറിയോ? വളരെ സിമ്പിളാ. മാതാപിതാക്കൾ നമുക്ക് തിന്നാൻ തന്നു, അന്ന് അവർ നമ്മെ നിയന്ത്രിച്ചു. ഇപ്പൊ തിരിച്ചങ്ങോട്ടാ കൊടുക്കുന്നത്, അതുകൊണ്ട് നമുക്ക് അവരെ നിയന്ത്രിക്കാം. ഇതെങ്ങനെ പ്രചരിച്ചു മുസ്ലിങ്ങളുടെ ഇടയിൽ? നമുക്ക് നിയന്ത്രിക്കാനുള്ളവർ അവർ സ്വതന്ത്രരാ, അവരഭിപ്രായം പറയും.
അവർക്ക് അഭിപ്രായം പറയാം, അവർക്ക് സദ്യകളിൽ പങ്കെടുക്കാം, ചർച്ചകളിൽ പങ്കെടുക്കാം, പള്ളിയിൽ പോവാം, ദീനിയായ കാര്യങ്ങൾ വരാം. പലപ്പോഴും ഒന്ന് പുറത്തൊന്ന് ഉല്ലസിക്കാനൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ അവർക്ക് പോകാം. അതൊന്നും തടയാൻ നമുക്കാർക്കും അനുവാദമില്ല. അപ്പൊ ഹുഖൂഖ് എന്ന് പറയുന്നത് ഗൗരവതരമായ കുറ്റമായി മഹാപരാധങ്ങളിൽപ്പെട്ടതായി പറഞ്ഞു വെച്ചു. ഞാൻ ആ ഭാഗം വിശദീകരിക്കുകയല്ല ഇപ്പോഴും നിന്നിട്ട്. എൻ്റെ ആവശ്യം എന്താന്ന് പറഞ്ഞാൽ, പ്രായമായവരുടെ എന്തെല്ലാം വിഷമങ്ങളോ പ്രയാസങ്ങളോ ലോക മനസാക്ഷിയുടെ മുമ്പിലും കേരളീയ പശ്ചാത്തലം നിലനിന്നാലും മുസ്ലിം സമുദായത്തിൽ ആവർത്തിക്കപ്പെടാൻ പാടില്ലല്ലോ. കാരണം ഒരു വ്യക്തമായ ഒരു കിതാബ് നൽകിയിട്ട് അതിലൂടെ ഇത് പഠിപ്പിക്കപ്പെട്ടൊരു സമുദായം, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ പാഠങ്ങൾ നൽകപ്പെട്ടൊരു സമുദായം, തന്റെ മാതാപിതാക്കൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാൻ അനുവാദം കിട്ടാതെ വന്നപ്പോ പൊട്ടിക്കരഞ്ഞ മോന്റെ അനുയായികളാണ് നമ്മൾ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അനുവാദം കൊടുത്തില്ല അല്ലാഹു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. അള്ളാന്റെ ഹിക്മത്താണ്, ബാക്കിയൊന്നും വിശദീകരിക്കാൻ നമ്മളാളല്ല. പക്ഷെ അപ്പൊ കരയാണ് ചെയ്തത്. കരയുകയാണ് നല്ലവനായ ആ നല്ല മകന്റെ പ്രതികരണം ഉണ്ടായത്. റബ്ബി, എനിക്കതിനുള്ള അനുവാദമില്ലല്ലേ, തന്റെ തീരുമാനത്തിന് ഞാൻ വിടുന്നു, അല്ലാണ്ട് എന്താ. പക്ഷെ എന്നാലും ആ വേദന, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ എങ്ങനെ നമ്മളിത് മറന്നു പോകുന്നത്? ഒരു നിമിഷം കൊണ്ടോ ഏതാനും നിമിഷങ്ങൾ കൊണ്ടോ മറ്റാരുടെയെങ്കിലും പ്രേരണകളാലോ പ്രലോഭനങ്ങളാലോ മാതാപിതാക്കളോട് നമ്മുടെ വികാരത്തിൽ എങ്ങനെയാണ് ഈ അട്ടിമറി സംഭവിക്കുന്നത്? ഇതെങ്ങനെ അട്ടിമറിഞ്ഞു പോയത്? ഒരു വശം അതാണ്. പിന്നെ രണ്ടാമത്തെ ഒരു വശം, ഒരു മാർഗം ചെയ്തു വെച്ചത്. രണ്ടാമത്തെ ഒരു മാർഗം എന്താണെന്നറിയോ? അത് തന്ത്രപരമാണത്. എനിക്കിപ്പോഴാണ് അത് മനസ്സിലായത്. അങ്ങനെയല്ല, ഒരു അധ്യാപകർ, ഒരു പണ്ഡിതൻ ആ വശത്തെ പറ്റി പറഞ്ഞപ്പോഴാണ് ഈ ഹദീസിൽ ഇങ്ങനൊരു ആശയമുണ്ടല്ലോ എന്ന് തലയിൽ ഉദിച്ചത്. അതെന്താ ഒരു ഹദീസ്? നിങ്ങൾക്കറിയാം, ഇന്നമിൻ അബറിൽ ബിർരി, ഏറ്റവും വലിയ പുണ്യമാണ് സിലത്ത് ഉദ്ദി അബിഹി, തന്റെ ബാപ്പാന്റെ സ്നേഹിതന്മാരുമായുള്ള ബന്ധം പുലർത്തുക എന്നുള്ളത്. ഒരാൾ നമ്മുടെ പിതാവ് മരണപ്പെട്ടു പോയാൽ ആ പിതാവിന്റെ കൂട്ടുകാരുമായുള്ള നമ്മുടെ ബന്ധം ശക്തിപ്പെടുത്തുക എന്നുള്ളത് ഭയങ്കര പുണ്യാണ്. ഇത് നമ്മൾ ക്ലാസ്സുകളിലൊക്കെ പറയാറുണ്ട്. നിങ്ങൾ ഓർമ്മയിലുണ്ട്, മരിച്ചുപോയ മാതാപിതാക്കൾക്ക് വേണ്ടി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്നൊക്കെ ചോദിച്ചാൽ ഈ ഉത്തരമാണ് നിങ്ങളുടെ അടുത്തുള്ളത്. മാതാപിതാക്കളുടെ പഴയ സുഹൃത്തുക്കളുമായി നമ്മൾ ബന്ധം പുലർത്തുക. പക്ഷെ അതിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരു യുക്തി ഉണ്ടല്ലോ, നിങ്ങൾ ശ്രദ്ധിച്ചോ? അതെന്താ? നിങ്ങളെ മാതാപിതാക്കളെ നിങ്ങൾ ശ്രദ്ധിക്കുന്നത് പോലെ അവരുടെ മാതാപിതാക്കളെയും നിങ്ങൾ ബന്ധം പുലർത്തി ശ്രദ്ധിച്ചും സൂക്ഷിച്ചും നടന്നോളൂ എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. അയാൾ എന്റെ മാതാവോ പിതാവോ അല്ല, പക്ഷേ അവിടെ ഒരു മാതാവിന്റെയോ പിതാവ്, ഉപ്പാന്റെയോ ഉമ്മാന്റെയോ കൂട്ടുകാരാരായിരിക്കും? ഉപ്പാന്റെയോ ഉമ്മാന്റെയോ അതേ പ്രായത്തിലുള്ളവരായിരിക്കും, അല്ലെ? അവരാരായിരിക്കും മിക്കപ്പോഴും? അവർ പ്രായമായവരായിപ്പോ. നമ്മുടെ അമ്മ ജീവിച്ചിരിക്കില്ല, അതിലെപ്പോ ജീവിച്ചിരിക്കില്ല. പക്ഷെ അവരുടെ കൂട്ടുകാരെ പറ്റി ചിന്തിച്ചു നോക്കൂ. അവരുടെ കൂട്ടുകാരികളെ പറ്റി അവര് പ്രായമുള്ളവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുക്തി നോക്കിയോ നിങ്ങൾ? അതിൽ അടങ്ങിയിരിക്കുന്ന യുക്തി നമ്മളോട് പറഞ്ഞു, നിങ്ങളെ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയാല് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു പുണ്യം, നിങ്ങളെ മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ കൂട്ടുകാരികളുമായി ബന്ധം ചേർക്കാൻ. ആ കൂട്ടുകാരികളും മിക്കപ്പോഴും ആരായിരിക്കും അറിയോ? പ്രായമേറിയവരായിരിക്കും. അപ്പൊ ഒന്നുകിൽ സ്വന്തം വ്യക്തികളെ കൊണ്ട് അവരുടെ മാതാപിതാക്കളെ സംരക്ഷിപ്പിക്കാൻ സംവിധാനമുണ്ടാക്കിയ ദീൻ, മറ്റൊരർത്ഥത്തിൽ മറ്റുള്ളവരെ കൊണ്ട് ഈ മാതാപിതാക്കളെ പ്രായമായവരെ സംരക്ഷിക്കാനുള്ള മറ്റൊരു സംവിധാനവും ഉണ്ടാക്കി വെച്ചു. അതായത് ഞാൻ ജീവിച്ചിരിക്കുമ്പോ എന്റെ ഒരു കൂട്ടുകാരന്റെ മാതാവോ പിതാവോ തെണ്ടാനോ യാചിക്കാനോ ഇറങ്ങേണ്ടി വരരുത്. ഞാൻ അന്വേഷിക്കുമ്പോൾ, അല്ല നമ്മളെ എന്നെത്താത്താനെ കാണുന്നില്ലല്ലോ, നമ്മളുള്ളപ്പോൾ ഇടക്കിടക്ക് വരാറുണ്ട്, എന്താ ഒരവസ്ഥ? കിടപ്പില, ഒന്ന് പോയി നോക്കണം, സുഖല്ല, അന്വേഷിക്കണം, മക്കളാരും തിരിഞ്ഞു നോക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ബേജാറാവണ്ട, നിങ്ങളുടെ സ്ഥാനത്ത് ഞാൻ ഉണ്ടാവും. ഉമർ റളിയല്ലാഹു അൻഹു ഒരു സമയത്ത് കൃത്യമായ ഒരു വീട്ടിലേക്ക് പോകുന്ന യഥാർത്ഥ ചരിത്ര സംഭവമാണ്, ഉണ്ടാക്കിയതല്ല. എന്നുവെച്ചാൽ കഥകൾ ഉണ്ടാക്കി പറഞ്ഞവർ പറഞ്ഞതല്ലാതെ അർത്ഥം. അപ്പൊ തെൽഹാറുള്ള ഒരു സംശയം, ഇയാളെന്താ ഒരു വീട്ടിൽ എപ്പോഴും ഇടക്കിടക്ക് ഇങ്ങനെ പോണു? അപ്പൊ തെൽഹാർ തന്നെ പിന്നീട് ആ വീട്ടിൽ പോയി നോക്കി. അപ്പൊ ഒരു വൃദ്ധയായ സ്ത്രീയാണ് ആ വീട്ടിൽ കഴിഞ്ഞത്. അപ്പൊ എന്താ ഉമറിന് ഇവിടെ പണിയെന്ന് വെച്ചു. അത് ഉമർ കുറെ മുമ്പ് എന്നോടൊരു വാക്ക് പറഞ്ഞു, ഞാൻ ഇടക്കിടക്ക് വരും, ഈ വീടൊക്കെ ഞാൻ വൃത്തിയാക്കി തരും, നിങ്ങൾക്ക് വേണ്ട ഒത്താശകളൊക്കെ ഞാൻ ചെയ്ത്. ഇപ്പോഴും തെറ്റിക്കാറില്ല ആള്. ഇതാണ് നമ്മുടെ മാതൃക. അമീറുൽ മുഅ്മിനീന്റെ ജോലി തിരക്കുകൾക്കിടയിൽ എങ്ങാണ്ടോ കഴിയുന്ന ഒരു വൃദ്ധയായ സ്ത്രീയുടെ വീട്ടില് പണ്ട് കൊടുത്തൊരു വാക്കിന്റെ പേരിൽ കൃത്യമായി പോവുകയും
ആ വീട് വൃത്തിയാക്കുകയും അതാണ് ആ സ്ത്രീ ഉപയോഗിച്ചത്. ഇവിടെയുള്ള ശല്യങ്ങളും കച്ചറയൊക്കെ വൃത്തിയാക്കി തരും, എന്നൊക്കെ വേണ്ട ശുശ്രൂഷൊക്കെ ചെയ്തു തരും, എനിക്ക് വേണ്ടതൊക്കെ ചെയ്തു തരും, ഇടക്കിടക്ക് വരും, എല്ലാ ദിവസവും എന്ന പോലെ ഇടക്കിടക്ക് വന്നു പോയി തിരക്കിന്റെ ഇടയിലും. അതാണ്. അപ്പോ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ സ്വന്തം മാത്രമല്ല, അദ്ദേഹം ആരാണ്? നമ്മുടെ മാതാവിന്റെയോ പിതാവിന്റെയോ കൂട്ടുകാരോ കൂട്ടുകാരിയോ എന്ന് വെച്ചാൽ ഏതാണ്ട് അതേ പ്രായമുള്ളവർ എന്ന് വെച്ചാൽ നമ്മുടെ കൂട്ടുകാരന്റെയും കൂട്ടുകാരിയുടെയോ നമ്മുടെ മാതാപിതാക്കളുടെ കൂട്ടുകാരോ കൂട്ടുകാരിയായി തീർന്ന പ്രായമായവർ, അവർ നിരാലംബരായി തീർന്നാൻ പാടില്ല എന്നുകൂടി ഒരു ബാധ്യത ഏൽപ്പിച്ചു തന്നു. പിന്നെ പറഞ്ഞിരിക്കുന്ന വലിയൊരു ബാധ്യത, ചെന്നിരിക്കുന്ന ഒരു മാർഗം ദീന് ഈ കുടുംബ ബന്ധത്തെ കൂട്ടിയിണക്കുക എന്ന ഉലുൽ അർഹാം, രക്തബന്ധമുള്ളവർ അള്ളാന്റെ നിയമത്തിൽ അങ്ങനെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്, അള്ളാന്റെ നിയമത്തിൽ രക്തബന്ധത്തോളം വലിയൊരു ബന്ധമില്ല എന്ന് വെച്ചാൽ അത് അത്രക്ക് വലിയ ബന്ധമാണ്, പരസ്പര ബന്ധമാണ്. പറയാനൊരു സാഹചര്യമുണ്ട്, അനന്തരാവകാശത്തിനെയും മറ്റു വിഷയങ്ങളൊക്കെ മാറി മാറി പോയ സമയത്ത് അങ്ങനെയല്ല, ഇതിങ്ങനെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞതാണ് സന്ദർഭത്തിൽ സൂറത്തുൽ അൻഫാലിന്റെ ഭാഗത്ത്. അപ്പൊ ഉലുൽ അർഹാം നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയം എന്താണെന്ന് അറിയുന്നത്, നാം ബന്ധം എന്ന് പറഞ്ഞത് അങ്ങോട്ട് ചുരുക്കിയിട്ട് എവിടെ എത്തിയെന്നറിയോ? അവനാനും അവനാന്റെ കെട്ടിയോളും അവനാന്റെ മക്കളും അവനങ്ങോട്ട് വരിഞ്ഞ് കെട്ടി നമ്മളവിടെ. മാതാവും പിതാവും ഒക്കെ ഒരു കാഴ്ച വസ്തു പോലെ, സന്ദർശക വസ്തു പോലെ ഇങ്ങനെ ഉണ്ടായാൽ തിരക്കടില്ല എന്നെടുത്തതല്ലോ. ആങ്ങളമാരൊക്കെ ജ്യേഷ്ഠാനിയന്മാരൊക്കെ അകന്നു, അനിയത്തികളും ജ്യേഷ്ഠത്തികളും ഒക്കെ അകന്നു. പിന്നെ വാപ്പാന്റെയും മൂത്താപ്പാന്റെയും വെളാപ്പാന്റെയും ഒക്കെ ബന്ധം അതങ്ങ് പോയി. അമ്മാവനും അമ്മായിയും ഒക്കെ അകന്നു. എന്നിട്ട് അങ്ങ് മുറിച്ച് നീട്ടി ഒരു ബെത്തി കെട്ടി നിൽക്കുക നമ്മൾ. ഉലുൽ അർഹാം, ഈ രക്തബന്ധമുള്ളവർ, ആതിദൽ ഖുർബ ഹഖഹു, താനുമായി ബന്ധമുള്ളവർക്ക് അവരുടെ അവകാശങ്ങൾ കൊടുക്കണോ എന്ന് ഖുർആന്റെ നിർദ്ദേശം. ഇതിലൊരു വലിയ സത്യമുണ്ടെന്താണെന്നറിയോ? ഈ ബന്ധങ്ങൾ അത് മുറിക്കപ്പെടാൻ പാടില്ല. മുറിക്കപ്പെടാൻ പാടില്ല എന്ന് മാത്രമല്ല, ഈ ആവശ്യമുള്ള സന്ദർഭങ്ങളിലൊക്കെ തിരിച്ചറിഞ്ഞ് ആ ബാധ്യത നിർവഹിക്കപ്പെടുകയും വേണം. എന്ന് വെച്ചാൽ ഒരു എളാപ്പയോ മൂത്താപ്പയോ അമ്മാവനോ അമ്മായിയോ ഇളയമ്മയോ മൂത്തമ്മയോ ഇവരാരെങ്കിലും ഒരാൾ അവരുടെ മക്കളാലോ കുരുത്തക്കെടിനാലോ നിരാലംബരായോ ആശ്രയമില്ലാതെയോ കഴിയേണ്ട ഒരവസ്ഥ ഉണ്ടാവാൻ പാടില്ല എന്നർത്ഥം. അവരെ സംരക്ഷിക്കേണ്ട ബാധ്യത നമുക്ക്. അപ്പൊ നിങ്ങൾ ആലോചിക്കും, നിങ്ങൾക്ക് ക്ലാസ് പറയാൻ വലിയ എളുപ്പ, നമ്മളവിടുന്ന് അതെല്ലാം കൂടി വാരിക്കോരി കൊടുക്കാം. ഈ ആളുകളെ ശ്രദ്ധിച്ചോണെങ്കിൽ ഈ പ്രായമായവർക്ക് അവർക്ക് എന്താ ചെലവ്? ഒരിത്തിരി ചോറുന്നു, അതെന്നെ അങ്ങനെ വലിയ കൂട്ടാനും പത്രാസൊന്നും വേണ്ടെന്ന്. പക്ഷെ അവരുടെ രുചിയുടെ, നാവിലുള്ള രുചിയുടെ അവസ്ഥകളില്ലേ, അത് നമ്മുടെ നാവിലുള്ള അത്ര ഇല്ല ഒരിടത്ത്. അതുകൊണ്ട് എന്ത് കൊടുത്താലും രുചി ഇല്ല എന്ന് ഒരു പറയും. ഇത് നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ മതി. ശാരീരികമായി സംഭവിച്ചതാ. നമ്മുടെ നാവിലാണ് രുചി അറിയാനുള്ള സംവിധാനമുള്ളത്. വയസ്സാവുമ്പോ ഇതൊക്കെ കേടുവന്നു പോകും. അപ്പോ നല്ല ടേസ്റ്റുള്ള സാധനം ഉണ്ടാക്കി കൊടുത്താലും പറയും ഏതൊരു വസ്തു ഇല്ലല്ലോ എന്ന് പറയും. അത് ഓര് പറയുന്നത് നേരാ, അവർക്ക് രുചി കിട്ടുന്നില്ല. ഇത് തിരിച്ചറിഞ്ഞാൽ ഓരോട് ദേഷ്യം തോന്നേണ്ട കാര്യമില്ല. നമുക്ക് അടുത്ത പ്രാവശ്യം ഉമ്മ നല്ലത് ഉണ്ടാക്കി തരാന്ന് പറഞ്ഞാൽ കഴിഞ്ഞു. ഈ ഉമ്മാക്ക് എന്ത് കൊടുത്താലും രുചിയില്ല, ഇതന്നൊരു പണി എന്നല്ല ചിന്തിക്കണ്ടേ. നമ്മൾ വാർദ്ധക്യത്തിന്റെ മാറ്റങ്ങളെ കുറിച്ച് എന്തൊക്കെയോ ഉണ്ട് എന്നേ മനസ്സിലാക്കിയുള്ളൂ. ശരിക്കും നാം വാർദ്ധക്യത്തെ പറ്റി അങ്ങ് പഠിക്കുക, ഉണ്ടാക്കുന്ന മാറ്റം. അങ്ങനെ വരുമ്പോ ഇവരോരോ പ്രതികരണം നമുക്ക് മനസ്സിലാവും. കുട്ടികളെ മാതിരി ശാഠ്യം കഴിയുന്ന കണ്ടോ, ആ കുപ്പായി ഒരുക്കെ കണ്ടാലും അറിയാം അപ്പൊ കൂടെ പോരാൻ വേണ്ടിയിട്ടാണത്, ഞാൻ അപ്പൊ വിളിക്കും വിചാരിച്ചിട്ടാണ് എന്നോട് ഈ സ്നേഹം. അത് തിരിച്ചറിഞ്ഞാൽ എന്ത് രസാന്നറിയാം അവരുമായി കൈകാര്യം ചെയ്യാൻ. മൂന്നാമത്തെ അടിസ്ഥാനമാണ് ഞാൻ പറഞ്ഞത്, കുടുംബ ബന്ധങ്ങൾ ചേർക്കുക. എന്നിട്ട് നിങ്ങൾ നോക്കൂ, നിങ്ങള് മൈമൂന തന്നെ പറഞ്ഞു, പ്രവാചകരെ നബിന്റെ ഭാര്യയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവര് പറഞ്ഞു എന്റെ അടുത്തൊരു അടിമപ്പെണ്ണില്ലായിരുന്നു, ഞാൻ ആ അടിമപ്പെണ്ണിനെ മോചിപ്പിച്ചു പറഞ്ഞു. നേരോ, നമ്മൾ മലയാളത്തിൽ അങ്ങനെ പറയില്ലേ, അതുപോലെ ശരിക്കും അങ്ങനെ തന്നെ ചോദിച്ചു. അത് നീ എന്റെ ഉമ്മാന്റെ സഹോദരന്മാർക്ക് കൊടുത്തേക്കാണെങ്കിൽ കുറച്ചുകൂടി നന്നാവുമായിരുന്നു, ഇതിനെ പുറത്തു കൊടുത്തത്. മൈമൂനയുടെ ഉമ്മാടെ സഹോദരന്മാരൊക്കെയും ദരിദ്രന്മാരാണെന്ന് അറിയാവുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മൈമൂന റളിയല്ലാഹു അൻഹ അടിമയെ മോചിപ്പിച്ച പുണ്യം ചെയ്തപ്പോ, അടിമയെ മോചിപ്പിച്ചത് നന്നായി, പക്ഷെ ആ വില പിടിച്ച സാധനം എന്റെ അമ്മാവന്മാർക്ക്, ഉമ്മയുടെ സഹോദരന്മാർക്ക് കൊടുത്തിരുന്നെങ്കിൽ അവർക്കതൊരു ഗുണകരാവൂലായിരുന്നു, ആ ബന്ധം ചേർക്കലും കൂടി നടക്കൂലായിരുന്നു അവിടുന്ന് ചോദിച്ചു. പിന്നെ അമ്മായി, ഉമ്മാന്റെ സഹോദരന്റെ അവസ്ഥയോ ബിമൻസിലത്തിൽ ഉമ്മി, ഹദീസാണത്. അൽ ഖാലത്തു ബിമൻസിലത്തിൽ ഉമ്മി. ഖാലത്ത് എന്ന് പറഞ്ഞാൽ ഉമ്മാന്റെ സഹോദരിയാണ് പറയാ. ഉമ്മാന്റെ സഹോദരി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷയില് ഇളയമ എന്നോ മൂത്തമ്മ എന്നോ പറയുന്നവര്, അവര് ഉമ്മാന്റെ സ്ഥാനത്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാണ്. ഉമ്മാന്റെ സ്ഥാനത്താണ്. ഉമ്മല്ലേ പലർക്കും പോയിട്ടുള്ളൂ, ഇളയന്മാരും മൂത്തന്മാരും ഇല്ലേ, ഒരു ഉമ്മാന്റെ സ്ഥാനത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഉമ്മാനോട് കാണിക്കേണ്ടതൊക്കെ ഓരോട് കാണിച്ചേക്കുകയും. ഹദീസ് സഹിയാ ഹദീസാ. അൽ ഖാലത്തു ബിമൻസിലത്തി ഉമ്മാന്റെ സ്ഥാനത്താണ്. മറ്റൊരു ഹദീസിൽ, മറ്റൊരു ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിലെ വാചകം എന്താ അറിയോ? ഇബ്നുൽ ബിൻത്
മിൻ ഖൗമിഹിം, മകളെ മകൻ അവരെ കൂട്ടത്തിൽപ്പെട്ടതായി കണക്കാക്കണം. ഈ വലിയാവുക, അനന്തരാവകാശം തുടങ്ങിയ ചില വിഷയങ്ങളിൽ ബന്ധങ്ങൾക്കൊരു വിശദീകരണം നൽകിയിട്ടുണ്ട്. അവിടെ മകളെ മകൻ അനന്തരാവകാശം ഒന്നും കിട്ടൂല, മകളെ മകനെ സ്വന്തം പാപ്പായിലേക്ക് ചേർക്കപ്പെടൂല. മകളുടെ ഭർത്താവില്ലേ, അയാളുടെ ഉപ്പയിലേക്ക് ചേർക്കപ്പെട്ടാ പോവുക മകളിലേക്ക്. പക്ഷെ മകളെ മകൻ നിങ്ങൾ അന്യനായി കാണല്ലേ. ഇബ്നുൽ ഖൗമി മിൻ ഖൗമിഹി, ഇബ്നുൽ ഉഖ്തി മിൻ ഖൗമിഹിം, മകളുടെ മകൻ എന്നുവെച്ചാ എന്റെ പെങ്ങളെ മക്കള് എന്റെ മക്കളെ കൂട്ടത്തിൽ തന്നെ ഞാൻ കണക്കാക്കണം എന്നാണ്. എന്റെ കുടുംബത്തിന്റെ താവഴി പറയുമ്പോഴേ എന്റെ കുടുംബത്തിലേക്കല്ലേ ചേർക്കപ്പെടുക, എന്റെ അളിയന്റെ കുടുംബത്തിലേക്കാ ചേർക്കപ്പെടുക, പെങ്ങളെ ഭർത്താവിന്റെ. പക്ഷെ എന്ന് വെച്ചാൽ അവർ അന്യരല്ല. ഇബ്നുൽ ഉഖ്ത്, സഹോദരിയുടെ മക്കൾ മിൻ ഖൗമിഹിം, സ്വന്തം കുടുംബത്തിലായി കണക്കാക്കപ്പെടണമെന്ന് പറഞ്ഞു. ജദ്ദ്, ഉപ്പാപ്പ പലപ്പോഴും മിക്ക സമയത്തും വല്യമ്മയും അനന്തരാവകാശികളാണ്. മാത്രമല്ല ഉപ്പാപ്പ വലിയാണ്, രക്ഷകർത്താവാണ്. ഒരു പെൺകുട്ടിയെ കെട്ടിക്കാൻ ഞാനില്ലെങ്കിൽ എന്റെ ഉപ്പാക്ക് എന്റെ മക്കളെ കെട്ടിക്കാൻ അവകാശമുള്ളത് എന്റെ ഉപ്പാക്കാണ്, മക്കളുടെ വല്യപ്പാക്ക്. അപ്പൊ ശരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വ്യക്തികൾ ഓരോരുത്തരും സ്വന്തം മാതാപിതാക്കളെ സംരക്ഷിക്കുന്ന കാര്യം ഏറ്റെടുത്തു. അവർ ഭാരല്ല, അത് ഏറ്റെടുത്തു. ഇനി അങ്ങനെ അല്ലാതെ വന്നവര് കൂട്ടുകാരും മറ്റുള്ളവരും അങ്ങോട്ട് ഏറ്റെടുത്തു. ബാക്കി വന്നവര് കുടുംബ ബന്ധക്കാരുടെ ഏറ്റെടുത്താൽ ഇവിടെ വല്ല വിഷമമുണ്ടോ, വല്ല പ്രശ്നമുണ്ടോ? ഇല്ല. പിന്നെ എന്തേ നമ്മളെടുത്ത് വന്നത് ഒന്ന് നമ്മൾ മാതാപിതാക്കളെ വിഷയത്തിൽ വന്ന വീഴ്ച. അത് ഏറെക്കുറെ മുസ്ലിം സമുദായത്തില് അത്ര പ്രകടമല്ലെങ്കിൽ പോലും, പുറത്തേക്ക് അറിയാവുന്ന വിധം പ്രകടമല്ലെങ്കിൽ പോലും ഉണ്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ. നേരെ മറിച്ച് ഈ കുടുംബ ബന്ധങ്ങളുടെ മുറിവ് പോകാനും വരാനും ഒന്നും ഇല്ലാണ്ടായി. അപ്പൊ നമ്മൾ അറിയേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയങ്കര ഇഷ്ടമുള്ള ഒരു കവിത ഉണ്ടായിരുന്നു. ഒരു ഇസ്ലാമിന് മുമ്പുള്ള കാലത്ത് ഒരു കവിയുടെ കവിതയാണ്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടക്കിടക്ക് ഇങ്ങനെ പാടാറുണ്ട്, ചൊല്ലാറുണ്ട്. ഇനി പാടാന്ന് പറഞ്ഞിട്ട് ബേജാറ് തോന്നുന്നത്, ചൊല്ലാറുണ്ട്. ഇതാണ് ആ കവിത. പിന്നെ ഇന്ന് നിനക്ക് മനസ്സിലാവാത്ത പല വിഷയങ്ങളും കാലം കൊണ്ട് നിനക്ക് മനസ്സിലാവും. കാലം ചെല്ലുമ്പോ പലതും തിരിച്ചറിയും, പലതും മനസ്സിലാവും. നീ കാശ് കൊടുത്ത് ഏൽപ്പിക്കാത്തവരെ, യാത്രാ ഭക്ഷണം കൊടുത്ത് ഏൽപ്പിക്കാത്തവരാണ് പലപ്പോഴും നിനക്ക് വേണ്ടപ്പെട്ട പല വാർത്തകളുമായി വരിക കേട്ടോ. ഇതാണ് ഇതിന്റെ അർത്ഥം. ഇന്ന് നീ ജാഹില, കാലം കൊണ്ട് നിനക്ക് പലതും മനസ്സിലാവും. നീ കാശ് കൊടുത്ത് ഏൽപ്പിക്കാത്തവരാ എന്നോട് പല വാർത്തകളുമായി വരിക. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടത്? പിന്നെ നിങ്ങൾ എന്നെ സംഭവങ്ങൾ അറിഞ്ഞില്ലേ? എന്ത്? ഇതാരോ ഒരാളാ വിളിച്ചു പറയുന്നത്. ഞാൻ അറിയേണ്ട, എനിക്കറിയേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം, എന്റെ കുടുംബവുമായി എന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടൊരു വിഷയം എന്നോട് വിളിച്ചു പറഞ്ഞതോ അറിയിച്ചതോ എനിക്ക് യാതൊരു ബന്ധമില്ലാത്ത ആളാ. ഇതൊരു അത്ഭുതമാണ്. ലോകത്തിലെ ജീവിതത്തിൽ എന്തെല്ലാം വാർത്തകൾ നമ്മെ അറിയിച്ചു. ബന്ധുക്കളോ കുടുംബക്കാരോ മറ്റുള്ളവരോ നമ്മളെ അറിയിക്കും മുമ്പേ പലപ്പോഴും ഈ കാര്യം നമ്മെ അറിയിച്ചു കാണുക വേറെ പലരും ആയിരിക്കും. ഭയങ്കര അത്ഭുതമാണ്. എനിക്കത് ഇഷ്ടമായത് വെറുതെ അല്ല. അതുകൊണ്ട് ഏത് പെങ്ങളാണ്, ഏതനിയത്തിയാണ്, ഏത് മകളാണ്, ഏത് മൂത്താപ്പയാണ്, ഏത് പിന്നെ അമ്മായിയാണ് ജീവിതത്തിന്റെ സായാഹ്നങ്ങളിൽ താങ്ങും തണലുമായി ഉണ്ടാവാന്ന് പ്രവചിക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. ആർക്ക് ഉപകാരാവെന്ന് പ്രവചിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ആ ബന്ധങ്ങളൊക്കെ അങ്ങനെ ചേർത്ത് പോയിക്കോളൂ. അവഗണിച്ച് പൂച്ഛിച്ച് തള്ളിയ ഒരമ്മായി ആയിരിക്കും ജീവിതാന്ത്യത്തിൽ തലോടാൻ അരികത്തുണ്ടാവുക. എത്രയോ ചിത്രങ്ങൾ, സംഭവങ്ങൾ നിത്യേന എന്നും കാണാറുണ്ട്. നാട്ടിൽ ചെല്ലുമ്പോൾ ആളുകൾ പറയും, കണ്ടോ ആ പാവം ആ പെണ്ണ് നടക്കുന്ന കണ്ടോ, അയാളെ കണ്ടില്ലേ, എന്നാ ഇവൻ ആ പെണ്ണിനെ ദ്രോഹിച്ചതിന് വല്ല കണക്കുണ്ടോ? ഒക്കെ മറന്നിട്ട് ആ പെണ്ണതാ കൂടെ കൊണ്ടു നടക്കണം. വല്ലാത്തൊരു അത്ഭുതം. മാത്രമല്ല റബ്ബ് അങ്ങനെ അവഗണിച്ചവർക്ക് പകരം കൊടുക്കാനുള്ള പകരം തിരിച്ചു ചെയ്യാനുള്ള അവസരം ഈ ദുനിയാവിൽ ഉണ്ടാക്കി വെക്കാന്ന് അള്ളാന്റെ ഒരു സുന്നത്താന്ന് പലപ്പോഴും സംശയം തോന്നാറുണ്ട്. കൃത്യമായി പറയാത്തത് രേഖ മുമ്പിലില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ കാണാറുണ്ട് പലപ്പോഴും. അപ്പൊ ഉലുൽ അർഹാമാണ് ഇതിന് സംവിധാനം. നാലാമതുണ്ടാക്കി വെച്ച സംവിധാനം സമുദായത്തിന്റെ ഉത്തരവാദിത്തമാണ്, ഭരണാധികാരിയുടെ. ഞാൻ ഇപ്പൊ പറഞ്ഞു കൊടുക്കണം, എന്താ അറിയോ? പ്രായമായവരുടെ വിഷയങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യാൻ ഇസ്ലാം കണ്ടെത്തിയ മാർഗം 4ആണ്. ഒന്ന്, സ്വന്തം മാതാപിതാക്കളെ അവർ സംരക്ഷിക്കുക. മറ്റൊന്ന്, മാതാപിതാക്കളോളം പ്രായമുള്ള തന്റെ മാതാപിതാക്കളെ കൂട്ടുകാരികളുമായവരെ ശ്രദ്ധിക്കുക. മറ്റൊന്ന്, രക്തബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും പരസ്പരം കൂട്ടിപ്പിടിച്ച് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ആർക്കാണ് ഉപകരിക്കുക എന്ന് പറയാൻ കഴിയാത്തതുകൊണ്ട്. നാലാമത്തത്, സമൂഹം ഈ ഉത്തരവാദിത്വം നിർവഹിക്കട്ടെ എന്നാണ്. ഞാനൊക്കെ ക്ലാസ്സിന് മുമ്പ് ഈ വൃദ്ധസദനങ്ങളുടെ സംവിധാനത്തെ പറ്റി സുഖകരമല്ലാത്ത ഒരു ചിത്രമായിട്ടാണ് എൻ്റെ മനസ്സിലൊക്കെ തോന്നിയത്. അപ്പോഴും മനസ്സിലുണ്ട്, ഒരു പരിധി വരെ അതൊരാവശ്യമാണ്. കാരണം
ബന്ധുജനങ്ങളില്ല, കുടുംബക്കാരില്ല, ആരോരുമില്ല, നിരാലംബരായി തീർന്ന കുറെ ആളുകൾ ഉണ്ടാവും. ഇങ്ങനത്തെ ആളുകളെ ഇപ്പൊ ആരേറ്റെടുക്കാനാ? മക്കളാണെന്ന് പറയാൻ ആരുമില്ല, ജീവിച്ചിരിക്കില്ല, അല്ലെ ഇല്ല, അറിയപ്പെടാൻ അങ്ങനെ കുറെ ആളുകളുണ്ട്. മക്കളുള്ളവരല്ല, ഇല്ലാത്തവരൊക്കെ, സ്വന്തക്കാരെന്ന് പറയാൻ ആരുമില്ലാത്തവർ. ഇവരെ സംരക്ഷിക്കാൻ ഒരു സംവിധാനം, ആ സംവിധാനത്തിൽ വൃദ്ധസദനം എന്ന് പറഞ്ഞ് പേരിട്ടത് കുറ്റകരല്ല, ഒരു നല്ല കാര്യം തന്നെയാണ്. ഇപ്പോഴാ എന്റെ വിവരക്കേട് മാറിയത്. അർബിത എന്ന് പറയുന്ന രീതിയിൽ ചില സദനങ്ങൾ ഖുലഫാഉർ റാഷിദുടെ കാലഘട്ടം മുതൽക്ക് തന്നെ മുസ്ലിങ്ങൾ നടപ്പിൽ വരുത്തിയിരുന്നു എന്നും അത് കടമെടുക്കുകയാണ് പാശ്ചാത്യർ ചെയ്തത് എന്നുള്ളതും ഇപ്പോഴാ മനസ്സിലാക്കാൻ സാധിച്ചത്. അങ്ങനെയല്ലേ വിവരം ഉണ്ടാവുക? അർബിത എന്നാണ് പോലും പേര് കൊടുത്ത്, റബാത്തിന്റെ അർബിത. ഇന്നത്തെ വൃദ്ധസദനങ്ങളുടെ ഒരു പഴയ പതിപ്പ്. അത് തുടങ്ങി വെച്ചത് മുസ്ലിങ്ങളാണ് ചരിത്രത്തിൽ നിന്നാണ്. അത് ഉണ്ടാക്കാനുള്ള സംവിധാനം മാതാപിതാക്കൾ ഉള്ളവനായി ചെയ്തില്ലെങ്കിൽ സർക്കാർ പിടിച്ചോന്റെ മാതാപിതാക്കളെ നോക്കാൻ ഒരു ശാസന കൊടുക്കും. അതാ ഇസ്ലാമിക ഗവൺമെന്റ്. ഒരുത്തരം നിരാലംബരായിട്ട് മാതാപിതാക്കള് നിരാലംബരാക്കിയിട്ട് മക്കള് തെക്ക് വടക്ക് നടക്കില്ല. അതിന് ശിക്ഷ ഉണ്ട്, അവനെ കൊണ്ട് ചെയ്യും, പണിഷ്മെന്റ് ഉണ്ട്, പെനാൽറ്റി ഉണ്ട്, ഒക്കെ ഉണ്ട് അവർക്ക്. എന്നാൽ ആരോരും ഇല്ലാതെ വരുന്നവരില്ലേ, അവരെ സംരക്ഷിക്കണ്ടേ? അവരെ സംരക്ഷിക്കാൻ അർബിത്തത്ത് എന്ന പേരിൽ ഈ തരം സദനങ്ങൾ ഏതാണ്ട് ഖുലഫാഉർ റാഷിദ് അവസാനത്തിൽ അല്ലെങ്കിൽ ഉമവിയ്യ കാലത്തിന്റെ ആരംഭം മുതൽക്ക് മുസ്ലിങ്ങൾ നടപ്പിൽ വരുത്തി എന്ന് ചരിത്രത്തിൽ രേഖകൾ വായിച്ച് വിശ്വാസയോഗ്യരായ ആളുകൾ എടുത്ത് ഉദ്ധരിക്കുമ്പോൾ ഭയങ്കര ബഹുമാനം തോന്നുന്നു. ആ വശത്ത് അതിൽ അംഗീകരിക്കുകയും ചെയ്യാവുന്നതാണ്. അതാണ് മുസ്ലിം സമൂഹം ആ കാര്യത്തിൽ ചെയ്തത് എന്നർത്ഥം. അപ്പോ ഇനി എന്താ വേണ്ടത്? ഇനി നമുക്ക് ആലോചിക്കാനുള്ളത്, എങ്ങനെയാണ് നമ്മൾ ഈ പ്രായമായവരോടുള്ള പെരുമാറ്റങ്ങൾ, ഏത് വിധത്തിലാണ് നമ്മൾ അവരോടുള്ള മനസ്സെങ്ങനെയാണ്? 3 ആയത്ത് പറയാം. ഒന്ന്, വലഖദ് കറംനാ ബനി ആദമ വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ വറസഖനാഹും മിനത് ത്വയ്യിബാതി വഫളൽനാഹും അലാ കസീരി മിമ്മൻ ഖലഖനാ തഫ്ളീല. എനിക്ക് ഇത്രേ വേണ്ടു ആയത്തിൽ. കറംനാ ബനി ആദം, ആദമിന്റെ മക്കളെ നാം ആദരിച്ചിരിക്കുന്നു എന്നാണ്. ഇതിന്റെ അർത്ഥം ആദമിന്റെ മകൻ കുഞ്ഞായിരുന്നാലും ആദമിന്റെ മകൻ വൃദ്ധനായിരുന്നാലും വൃദ്ധയായിരുന്നാലും ആദരിക്കപ്പെടേണ്ട സൃഷ്ടിയാണെന്നാണ് റബ്ബിന്റെ തീരുമാനം. ഒരു നായക്ക് കൊടുക്കുന്ന പരിഗണന പോലും വൃദ്ധനും വൃദ്ധന്മാർക്കും നൽകാത്ത ഒരു കൾച്ചറിൽ അപ്പം നമ്മൾ വളരുന്നത് അറിയങ്ങൾ. അത് വൃദ്ധനും മാത്രമല്ല, വേറെ പലയിടത്തും ഇല്ല, അത് വേറെ വിഷയം. പക്ഷെ അത് അത്ര അങ്ങ് വ്യാപകമായില്ലെന്ന് വിചാരിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഏത് നിയമങ്ങളെ പറ്റി ചിന്തിക്കുമ്പോഴും ഏത് ചുറ്റുപാടുകളെ പറ്റി ചിന്തിക്കുമ്പോഴും അവിടെ ചിന്തിക്കുന്നത് മനുഷ്യനാണ് അവിടെ വിലപ്പെട്ടവൻ. മനുഷ്യന് വേണ്ടിയാണ് ഇതൊക്കെ. അതിന്റെ അർത്ഥം മനുഷ്യൻ എന്തും ചെയ്തു കൂട്ടുക, പ്രകൃതി എങ്ങനെയും കേടുവരുത്തുക, അങ്ങനെയൊന്നും പറഞ്ഞില്ല. അത് അതിൻ്റെതായ നിയന്ത്രണങ്ങളോടെ. പക്ഷെ മൃഗത്തിനോട് കാണിക്കുന്ന സ്നേഹം പട്ടിണി കിടക്കണം മനുഷ്യനോടില്ല എന്ന് പറഞ്ഞാലോ? ഒരു മൃഗത്തിന്റെ മുറിവ് പറ്റിയാൽ കരയുന്ന കുറെ ആളുകളുണ്ട്. ആ ചീഞ്ഞളിഞ്ഞ ചേരികളില് ചവറുകളില് കൊതുകിന്റെ കൂടെ കിടക്കുന്ന മനുഷ്യനെ കണ്ടാൽ ഇവർക്ക് കണ്ണീരും പൊട്ടില്ല, കവിതയും പൊട്ടില്ല എന്ന് പറഞ്ഞാലോ? അത് വല്ലാത്തൊരു അത്ഭുതമല്ലേ? പലരും തമാശയായി പറയാറുണ്ട്, പലരുടെയും വീടുകളിൽ വളർത്തപ്പെടുന്ന നായയുടെ വിലയും നമ്മുടെ ഓരോരുത്തരുടെയും വിലയും പരിശോധിച്ചാൽ നമ്മൾ നെട്ടിപ്പോകും. നമ്മളെക്കാളും വില അതിനാണ് പലപ്പോഴും എന്ന്. അതിന്റെ അർത്ഥം ആ വാക്കിന് അതുപോലെ എടുത്തു എന്ന അർത്ഥത്തിലില്ല. ഈ വാചകത്തിന്റെ കറംനാ ബനി ആദം, ആദമിന്റെ മകൻ മനുഷ്യപുത്രൻ, ആ ജന്മം ആദരിക്കപ്പെടേണ്ട ജന്മമാണ് എന്നതാണ് ഖുർആന്റെ മോട്ടോ, ഖുർആന്റെ മുദ്രാവാക്യം. അത് എവനായിരുന്നാലും ശരി, അതിനേക്കാൾ വലിയ ഒരു മഹത്വം, ഒരു മാന്യത മറ്റൊന്നും നൽകേണ്ടതില്ല എന്നാണ്. അത് അങ്ങനെ തന്നെ ജീവികൾക്കും ബോധമുണ്ടോ എന്ന് എനിക്കൊരു സംശയം തോന്നുന്നുണ്ട് ചിലപ്പോഴൊക്കെ. അതിന്റെ ഒരു തരം തോന്നലാന്ന് വിചാരിച്ച് വിട്ടേക്ക് നിങ്ങൾ. അപ്പൊ ഈ മറ്റു ജീവജാലങ്ങൾക്ക് വരെ, അത് ഞാൻ പറഞ്ഞു, ഇപ്പൊ ഖുർആനിലെ ഹുദ്ഹുദിന്റെ ഒക്കെ സംഭവം എനിക്കതിനെ കൂടെ വായിക്കാൻ പറ്റും. അപ്പോ മറ്റു ജീവജാലങ്ങൾക്ക് വരെ മനുഷ്യനാണ് പ്രധാനപ്പെട്ടത് എന്ന ബോധം, എന്ന ചിന്തയുണ്ട്. അത് മറന്നിട്ടുണ്ടോ വേറെ വല്ല കാര്യങ്ങളും? കറംനാ ബനി ആദം, ഇതെന്തിനാ ഈ വിഷയത്തിൽ കൂട്ടിപ്പിടിച്ചത് ഞാനെന്നറിയോ? നമ്മുടെ മനസ്സിലുള്ള ബോധം ഇതാണ്. കറംനാ ബനി ആദം, ആദമിന്റെ മക്കളാ. അവൻ ചെറുമനായാലും മണ്ണാനായാലും പെരവനായാലും നായനായാലും നസ്രാണിയായാലും മുസ്ലിം ആയാലും ആദമിന്റെ മക്കളെ റബ്ബ് ആദരിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന പാഠം. ആ ബോധത്തോടെ ഞാൻ ജീവിക്കും. അതാണ്. അവൻ പ്രായമേറിയവനായാലും പ്രായം കുറഞ്ഞവനായാലും അവനുള്ളിടത്തോളം വില അത് കഴിഞ്ഞിട്ട് മറ്റു ജീവജാലങ്ങൾക്കുള്ളൂ. ഇതാണ് നമ്മുടെ നിയന്ത്രിക്കേണ്ട ബോധം. രണ്ടാമത്തെ ബോധം ഇതാണ്. ഹൽ ജസാഉൽ ഇഹ്സാൻ ഇല്ലൽ ഇഹ്സാൻ. എഴുതി വെക്കേണ്ട ഒരു വാചകമാണ് സൂറത്തുർ റഹ്മാനില്. നന്മക്ക് പ്രത്യുപകാരം നൽകേണ്ടത് നന്മ തന്നെയല്ലേ? ഹൽ ജസാഉൽ ഇഹ്സാൻ ഇല്ലൽ ഇഹ്സാൻ. ആ ചുക്കിച്ചുളിഞ്ഞ മുഖമുള്ള ഉമ്മാന്റെ, ആ
പിന്നെ നേരെ നടക്കാൻ വയ്യാതെ ബുദ്ധിമുട്ടുന്ന ഉപ്പാന്റെ ആ പ്രായാധിക്യം വന്ന ആ നിര വന്ന ആ കണ്ണിൽ പീളയടഞ്ഞ ആ വളഞ്ഞു തൂങ്ങിയ മനുഷ്യന്മാരെ നോക്കി നിങ്ങള് ഓലെ ചരിത്രത്തിന്റെ പിന്നിൽ ഒരു ഇഹ്സാന്റെ കഥ കാണുങ്ങൾക്ക്. ഇഹ്സാന്റെ കഥ ഇല്ലായ്മന്റെ ഇടയില് വിഷമം അറിയിച്ചില്ലല്ലോ മക്കളെ. നമുക്കറിയോ പട്ടിണി, ഈ തലമുറക്ക് അറിയില്ല. പക്ഷെ ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിലും അതോടടുത്ത കാലഘട്ടത്തിലും ശരിക്കും പട്ടിണിയും ദാരിദ്ര്യം അനുഭവിച്ചവരാ കേരളത്തിലെ ആളുകൾ, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ, പല കാരണങ്ങൾ കൊണ്ട്. ആ സമയത്തും എന്തെല്ലാമാണ് ഇവർ ചെയ്തു കൂട്ടാറ്. പല സ്ത്രീകളെയൊക്കെ ഞാൻ കാണാറുണ്ട് നാട്ടും പുറത്ത്. രാവിലെ സുബൈ നിസ്കരിച്ചിട്ട് ഒരു വീട്ടിൽ പോയിട്ട് പാത്രം കഴുകി കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ഓടാ മറ്റൊരു വീട്ടിൽ പാല് കറക്കാൻ, അത് കഴിഞ്ഞ് വേറെ സ്ഥലത്ത് മുറ്റമടിക്കാൻ, വേറെ സ്ഥലത്ത് പിന്നെ ചെയ്യാൻ, ഒരു സ്ഥലത്ത് അലക്കാൻ, എന്നിട്ട് വൈകുന്നേരം വരുമ്പോൾ ഒരു ചക്കയോ ഒരു ഓലമടലോ ഒരു ഇതൊക്കെ ആയിട്ട് വീട്ടിൽ ചെല്ലും. എന്തിന് പിന്നെ അധ്വാനശേഷിയില്ലാത്ത തന്റെ ഭർത്താവിനെ നോക്കാൻ, ആ മക്കളെ തീറ്റിപ്പോറ്റാൻ. എന്നിട്ട് അധ്വാനിച്ച് ഇവർക്ക് വല്ല സുഖമുണ്ടോ ജീവിതത്തില്? പെരുന്നാക്ക് പോലും ഒരു സുഖമില്ലാതെ ഇങ്ങനെ കഷ്ടപ്പെടുന്ന മനുഷ്യന്മാര്. ഇത് നിങ്ങളുടെയും മാതാപിതാക്കൾ ഇതൊക്കെ തന്നെയാ. നമുക്ക് വേദനിച്ചപ്പോ നമ്മളെക്കാളേറെ വേദനിച്ചത് അവർക്കാ. നമുക്ക് അസുഖം വന്നപ്പോ നമ്മൾ ഉറങ്ങാണ്ടിരുന്നത് അവരാ അല്ലേ? നമുക്ക് ജീവിതത്തിൽ എന്ത് മെച്ചം വന്നപ്പോഴും നമ്മളെക്കാളേറെ സന്തോഷിച്ചത് അവരാ. അവർ ഹജ്ജിന് പോയില്ലെങ്കിലും വിഷമല്ല. നമ്മൾ ഹജ്ജിന് പോകണമെന്നാണ് ഒരു 10 ആളോട് പറയും, നിന്റെ മോനും മരോളും ഒക്കെ ഹജ്ജിനുണ്ട്. ഒരു 10 ആളോട് പറയുമ്പോൾ നിങ്ങൾ പോയോ? ഞാൻ പോയില്ല, എനിക്കൊരു ബേജാറുമില്ല. അങ്ങനല്ല, ഉണ്ടാവുന്നൊക്കെ പറഞ്ഞു അവർക്ക്. നിങ്ങൾ അറിഞ്ഞു അത് ആ വികാരം? ഇഹ്സാൻ, ഇങ്ങോട്ട് കാണിച്ച ഇഹ്സാന് തിരിച്ച് ഇഹ്സാൻ കൊടുക്കണ്ടേ? അതാ ഖുർആന്റെ വാക്കാൽ ജസാഉൽ ഇഹ്സാൻ ഇല്ലൽ ഇഹ്സാൻ. രണ്ടാമത്തെ നമ്മുടെ തലയെ ചലിപ്പിക്കുന്ന ചിന്ത ഇതാണ്, ഇഹ്സാന് പകരം ഇഹ്സാൻ കൊടുക്കണം. ഹൽ ജസാഉൽ ഇഹ്സാൻ ഇല്ലൽ ഇഹ്സാൻ. എനിക്കൊക്കെ എപ്പോഴും പറഞ്ഞാൽ തീരില്ല അത്. മാതാവിന്റെയോ പിതാവിന്റെയോ ഭാഗത്തു നിന്ന് കിട്ടുന്ന ഒരു ആശ്രയം, ഒരു സമാധാനം, അത് ലോകത്തൊരു കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയിട്ടില്ല. ഈ ദുനിയാവിൽ അവർക്ക് തുല്യം വേറെ ആരും ഇല്ലതാണ്. അപ്പൊ ആ ഇഹ്സാന് പകരം ഇഹ്സാൻ കൊടുക്കണം. അതാണ് രണ്ടാമത്തെ ചിന്ത. മൂന്നാമത്തെ ചിന്ത ഖുർആൻ നൽകിയ ചിന്ത, സുമകാനമിനല്ലദീന ആമനു, വിശ്വാസികളുടെ കൂട്ടത്തിൽ പെടണം നിങ്ങൾ. വതവാസൗ ബിസ്സബ്ർ, ക്ഷമിക്കാൻ വേണ്ടി പരസ്പരം പറയണം. വതവാസൗ ബിൽ മർഹമ, കാരുണ്യത്തെ പറ്റി പരസ്പരം സംസാരിക്കണം. കാരുണ്യം, ദയ. ഇപ്പൊ അങ്ങനെ ചെയ്ത് ദയ കാണിക്കടൂ, അവരോട് കരുണ കാണിക്കടൂ. അപ്പോ മനുഷ്യ ആദമിന്റെ മക്കൾ ആദരിക്കപ്പെടേണ്ടവരാണ് എന്ന ഖുർആന്റെ തത്വം. നന്മകൾക്ക് പ്രത്യുപകാരം നൽകപ്പെടേണ്ടത് നന്മകൾ തന്നെയാണ് എന്ന ഖുർആൻ ഉയർത്തിപ്പിടിക്കുന്ന തത്വം. ഒരു മുസൽമാന്റെ മനസ്സിൽ നിറയെ കനിവും ക്ഷമയും സഹനവും ഉണ്ടാവുമെന്ന വികാരം. ഇത് മൂന്നും വെച്ചുകൊണ്ട് നിങ്ങൾ അങ്ങ് നടന്നോ. ഏത് വൃദ്ധനെ കണ്ടാലും ഏത് വയസ്സിനെ കണ്ടാലും നിങ്ങളുടെ മനസ്സിൽ അയാളുടെ പെരുമാറ്റം, അയാളുടെ പ്രതികരണം, അയാളോട് കാണിക്കേണ്ട പ്രത്യുപകാരം അത് കൃത്യമായി തന്നെ ഉണ്ടാവും. ഇനി അവസാനിപ്പിക്കുകയാണ്. നമുക്കെന്താ ചെയ്യാൻ പറ്റുക ഇവിടെ? ഒന്ന്, നമ്മുടെ അവസ്ഥയിലേക്ക് പോവാണ്. എൻ്റെ ചില വിഷയങ്ങളുണ്ട്, സമയം അധികം ബേജാറുണ്ട്. നമ്മുടെ ചിന്ത ഏതാണ്ട് നമ്മുടെ മനസ്സിൽ തറക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇനി നമുക്ക് നോക്കാനുള്ള കാര്യങ്ങൾ, അതായത് ഇവിടെ കുറേ വിഷയങ്ങളുണ്ട്. ഈ മാതാപിതാക്കളോട് കാണിക്കുന്ന അന്യായത്തിൻ്റെ മറ്റൊക്കെ ഞാൻ അവിടേക്ക് വരുന്നില്ല. നിങ്ങൾ എന്നെക്കാളേറെ വായിക്കുന്നവരോ പരിചയമുള്ളവരൊക്കെ ആയിരിക്കും ഇൻഷാ അല്ലാഹ്. ഇവിടെ നമുക്ക് ഈ സമയത്ത് കാണുന്നൊരു ചിത്രമുണ്ട്, അത് ഞാൻ പറയട്ടെ. നല്ലൊരു വിഭാഗം മുസ്ലിങ്ങൾ, ഏറെക്കഴിഞ്ഞാൽ 90% എന്നുവെച്ചാൽ കണക്ക് പറയാൻ കഴിയില്ല നമുക്ക്, നല്ലൊരു ശതമാനം മുസ്ലിങ്ങൾ അവരെ മാതാപിതാക്കളെ ശരിക്കും സംരക്ഷിക്കുന്നവർ തന്നെയാണ്. അൽഹംദുലില്ലാഹ്. അത് കാണാൻ നമുക്ക് ആ വീട്ടിൽ ചെന്നാൽ പ്രായമൊക്കെ ആയി വലിയ ആളും മക്കളെ കെട്ടിച്ചിട്ടോ മക്കൾ കല്യാണം കഴിച്ചിട്ടൊക്കെ ഉള്ളപ്പോഴും ബാപ്പ ജീവിച്ചിരിക്കണമെങ്കിൽ ഒരു കാര്യം ചെയ്യുമ്പോൾ അവനാന്റെ ബാപ്പ ഇങ്ങനെ ഞാനും ചെയ്യേണ്ട, ബാപ്പ ചെയ്തോട്ടെ, ഇപ്പൊ വേണ്ട, എന്നാ വേണ്ട, നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ വേണ്ട, എവിടെക്കാണ് ഞങ്ങളെല്ലാരും കൂടി ഒരുങ്ങിയിട്ട് ഇന്ന് പോകണ്ട, എന്നാ പോണില്ല. ഈ വിധത്തിൽ മാതാപിതാക്കളുടെ വാക്കുകൾക്ക് ചൊൽപ്പടിക്ക് നിൽക്കുന്ന വലിയ മനുഷ്യന്മാരെ കണ്ടിട്ട് ആദരവ് തോന്നിയിട്ടുണ്ട്. ആദരവ് കഥയല്ലത്, ആദരവ്. എന്താ പോയാല് ഞങ്ങൾ വാക്ക് പറഞ്ഞു പോയതാ, അങ്ങനൊന്നുമില്ല. ഉപ്പാക്ക് ഇഷ്ടമല്ല, അപ്പൊ അതിന്റെ അർത്ഥം എന്താ? നിങ്ങൾ ഇവിടെ ഉണ്ടാവണം എന്ന് ഉപ്പാക്ക് ആഗ്രഹം ഉണ്ടെന്നാ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ പറഞ്ഞു, മോൻ നിങ്ങളെല്ലാരും കൂടി ഇപ്പൊ പോയാൽ ഇപ്പാന്റെ ഒരു മാനോ ഒരു വ്യാധിയാണ്, ഒരു ആദ്യമാണത്. അത് തിരിച്ചറിയാതെ ഇട്ടെറിഞ്ഞ് പോകരുത്. അതാണ്. എവിടേക്കാന്ന് ചോദിച്ചു, പോകണ്ട എന്ന് ഇപ്പൊ പറഞ്ഞപ്പോ എന്ത് കാര്യം മാതാപിതാക്കളോട് ചോദിച്ച്, എന്ത് കാര്യം അവരോട് സംസാരിച്ച്, അവരോട് തമാശ പറഞ്ഞ്, അവരോട് കളി പറഞ്ഞ്, അവരെ എവിടേക്ക് യാത്ര പോകുന്നെങ്കിലും അവരെ കൂട്ടിക്കൊണ്ടുപോയി.
നല്ല സാരിയൊക്കെ ഉമ്മാക്ക് വാങ്ങിക്കൊടുത്ത്, പ്രായമുള്ള ഉമ്മാർക്ക് വാങ്ങിക്കൊടുത്ത്, ചിലപ്പോൾ വെളുത്തതൊക്കെ വാങ്ങിച്ചു കൊടുത്ത്, നല്ല സ്വർണ്ണമൊക്കെ അവർക്ക് വാങ്ങിച്ചു കൊടുത്ത് അണിയിച്ച് അവരെ കൂടെ ഓരോ കാര്യത്തിനും കൊണ്ടുപോകുന്ന കുടുംബക്കാരെ കാണുമ്പോൾ ശരിക്കും അസൂയ. ഏത് അസൂയ എന്നറിയോ? നന്മയോട് തോന്നുന്ന അസൂയ. ആ അമ്മാന്റെ ഭാഗ്യം കാണുമ്പോൾ അത്ഭുതപ്പെട്ടു പോകും. വല്ലാത്തൊരു ഭാഗ്യമാണ്. ഉമ്മ ഇവിടെ ഇരുന്നോട് ഞങ്ങൾ പോയി വരാന്നല്ല, നിങ്ങളും പോരി. ആ കാര്യത്തിന് ആ മകളെ കാണാൻ പോവാണ്, പ്രസവത്തിന്റെ വീട്ടിലേക്ക് പോവാണ്, സൽക്കാരത്തിന് പോവാണ്, നിങ്ങളും പോരി. നിങ്ങളെന്തിനാ ഇവിടെ ഇരിക്കണം? നിങ്ങളും വരി. ആ അമ്മ ആനന്ദിക്കുന്ന ആനന്ദത്തിന്റെ അളവറിയോ നിങ്ങള്? ആ ഉപ്പ അറിയിക്കുന്ന ആനന്ദത്തിന്റെ അളവ് അത് പറഞ്ഞാൽ തീരൂല. ഇതാണ് കേരളത്തിലെ നല്ലൊരു ശതമാനം മുസ്ലിം സമുദായം എന്നാണ് എൻ്റെ അറിവ്. പൊതുവെ അങ്ങനെ തന്നെയാണ്. നിങ്ങളൊക്കെ അങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മളൊക്കെ അങ്ങനെയാണ്. ഇൻഷാ അതാണ് അതിന്റെ തീരുമാനം. അവരോട് കൂടി ആലോചിക്കണം, അവരോട് സംസാരിക്കണം. നാട്ടിലൊക്കെ ചെന്നാൽ ഞാൻ എപ്പോഴും പ്രവാസികളോട് പറയാറുണ്ട്, നാട്ടിലൊക്കെ ചെന്നാൽ ഉമ്മാക്കൊന്നും പലതും വേണ്ട, അവർക്ക് നമ്മളൊന്നും ഇങ്ങനെ കണ്ടാൽ മതി. നമ്മൾ അരികത്ത് അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളെ പ്രസവിച്ച നാൾ മുതലുള്ളത് ഇങ്ങനെ ഓരോ ഫ്ലാഷ് ബാക്കിൽ ഇങ്ങനെ വരും. അതാ ഓല ഇരിക്കണ ഇരുത്തം ഇങ്ങനെ ഇരുന്നിട്ട് എപ്പോഴും. എന്നിട്ട് അതിലൊരു വാചകം നമ്മളോട് പറയും, എനിക്ക് നാളെ അസുഖം ഉണ്ടായപ്പോ ബേജാറായതാ, തീർന്നു വിചാരിച്ചതാ, പിന്നെയും പടച്ചോ തന്ന. അപ്പൊ അതിന്റെ അർത്ഥം എന്താ അറിയോ? ഓരിങ്ങനെ ആ റീല് മറിക്കുകയാണ് തലയില്. അതിന്റെ ഇടയിൽ നമ്മൾ എഴുന്നേറ്റ് പോകാൻ മെനക്കെട്ട് പോലെ പറയും, അവിടെ കൈ തിരക്കുന്നത് ഒന്ന് കണ്ടുപോലല്ലോ. ഉമ്മാക്ക് എപ്പോഴും ഇങ്ങനെ തന്നെ. അങ്ങനെയല്ല, ഉമ്മാക്ക് വേണ്ടി അതാ ചെയ്യാവുന്നെങ്കിൽ ആ ഉമ്മാന്റെ സന്നിധിയിൽ അവിടെ ഇരുന്ന് കൊടുക്കുക. അത് സ്വർഗത്തിലേക്കുള്ള പാത എന്നല്ലേ പറഞ്ഞു വെച്ചിരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അതുകൊണ്ട് ആ ഒരു പിന്നെ വികാരം അവർക്ക് വേണ്ടിയുള്ള മൊത്തത്തിൽ മുസ്ലിം സമൂഹം അത് ചെയ്യുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. ചുരുക്കം ചില ആളുകൾ പല കാരണങ്ങളാണ്. ഒന്നുകിൽ ഭാര്യയുടെ പ്രേരണ, അല്ലെങ്കിൽ തനിച്ച് താമസിക്കുമ്പോഴുള്ള സുഖം നഷ്ടപ്പെടുമെന്ന ബേജാറ്. ഞാനും എൻ്റെ ഭാര്യ മാത്രമാകുമ്പോഴൊരു സുഖമില്ലല്ലോ, ഒരു കക്ഷി കൂടി കൂടെ ഉണ്ടായാലേ അത് ഉമ്മപ്പേണി പറയും വേണ്ട. അപ്പൊ ഈ ആദ്യം വിവാഹം ചെയ്ത ആദ്യ കാലത്തേക്കുള്ള എല്ലാവരും ആലോചിക്കുന്നത് മാതാപിതാക്കൾ ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥയിലേക്കാണ്. ഇവിടെയാണ് എനിക്ക് കൃത്യമായി പറയാനുള്ളത്, ഈ സ്വഭാവത്തെ നാം നിർത്തുക. നമ്മുടെ ആൺകുട്ടികളോടും നമ്മുടെ പെൺമക്കളോടും പറഞ്ഞു കൊടുക്കണം, നീയും നിന്റെ ഭർത്താവും ധരിച്ചുള്ള ഒരു ജീവിതമല്ല സന്തോഷം. നീയും നിന്റെ ഭർത്താവും നിന്റെ ഭർത്താവിന്റെ മാതാപിതാക്കളും അവരെ സഹോദരങ്ങളും കൂടി ജീവിക്കുന്നതിലെ ആനന്ദം തിരിച്ചറിയാൻ നമ്മളെ മക്കളെ കൊണ്ട് കഴിയണം. അതായത് സന്തോഷം. അതിൽ സന്തോഷം എന്താ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. കാരണം ആ ഉമ്മയിൽ നിന്നും ഉപ്പയിൽ നിന്നും ഈ കുട്ടികൾക്ക് ഒരുപാട് പഠിക്കാണ്ട്. അത് ആദ്യം നമുക്കതിന് സാധിക്കണം. നമ്മുടെ മനസ്സുകൊണ്ട് ഉപ്പയിൽ നിന്ന് ഒളിച്ചോടാനല്ല, ഉമ്മാന്റെ ശാസനയിൽ നിന്ന് ഒളിച്ചോടാനല്ല, ഉമ്മാന്റെ വരുതിയിൽ നിൽക്കാൻ, ഉപ്പാന്റെ ഇഷ്ടത്തിൽ നിൽക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. സംഭവിച്ചു പോയ തെറ്റെങ്കിൽ ഏറ്റു പറയണം മക്കളോട്, ഉപ്പാന്റെ അടുത്ത് വന്ന അബദ്ധം നിങ്ങൾക്ക് വരരുത് എന്ന്. അതെപ്പോ വയസ്സായിട്ടില്ല, ഇപ്പോഴേ കൊടുക്കണം ആ കുട്ടികൾക്ക് നടത്തണം. എന്റെ വാക്ക് നിങ്ങൾക്ക് വ്യക്തമാണല്ലോ. അതായത് വിവാഹിതരാവാൻ പോകുന്ന നമ്മുടെ അനിയന്മാർക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ അനിയത്തിമാർക്കും നമ്മുടെ പെൺകുട്ടികൾക്കും കൊടുക്കേണ്ട ഉപദേശം, കർക്കശമായ വസിയ്യത്ത്, നീയും നിന്റെ ഭർത്താവും തനിച്ചുള്ള ഒരു ജീവിതത്തിലെ ആനന്ദമല്ല ഒരു മുസ്ലിം ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ ആനന്ദം. പകരം നീയും നിന്റെ ഭർത്താവും ആ ഭർത്താവിന്റെ മാതാപിതാക്കളും നീ സംരക്ഷിക്കണം അവരെ. എന്നിട്ട് ഈ വീട്ടിലൊരു മരുമകൾ കടന്നു വരും, അവൾ ഞങ്ങളെ അവളമ്മാനെ പോലെ സംരക്ഷിക്കും. അതാ ജീവിതത്തിന്റെ സന്ദേശം. അത് കൊടുക്കണം ആ കുട്ടികൾക്ക്. അവരൊരു ശാഠ്യം കാണിക്കുകയും വേണം. ഇവിടെയാണ് നമുക്ക് വന്ന വീഴ്ച. പുരുഷന്മാർക്ക് പലർക്കും കൊതിണ്ടായിരുന്നു വാപ്പാനിമാനി നോക്കാൻ, പക്ഷെ കെട്ടിയോളെ സമ്മതിച്ചില്ലല്ലേ അല്ലേ? അവരെ കൊണ്ട് സമ്മതിപ്പിച്ചെടുക്കാൻ മെനക്കെട്ടപ്പോ അത് ജീവിതത്തിന്റെ മറ്റു ചില പ്രശ്നങ്ങളിൽ താളപ്പഴകൾ ഉണ്ടാക്കി. അപ്പൊ പിന്നെ ഉമ്മ പറഞ്ഞു വേണ്ടടാ, ഉപ്പ പറഞ്ഞു വേണ്ടടാ. അല്ലേ? സത്യല്ലേ ഈ പറയുന്നത്? നിങ്ങളല്ല കുറ്റക്കാര്. നമുക്കെങ്ങനെ ഒരു പെണ്ണിനെ ഈ വിധത്തിൽ തിരഞ്ഞെടുക്കാൻ കഴിയും? അത് ആ പെണ്ണിന്റെ രക്ഷകർത്താക്കൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട ബാധ്യതയല്ലേ? നീ എന്തിനാണ് ആ തള്ളയുടേത് തള്ള എന്നാ വിളിക്കാം? എന്നെ മര്യാദയായിട്ട് ശ്രദ്ധിച്ചോ നിങ്ങള്? ഭർത്താവിന്റെ ഉമ്മയും ഉപ്പയും എങ്ങനെ തള്ളയും തന്തയാവുന്നത്? ഇവിടെ വരുന്ന മരുമകൾ തള്ളയെ തന്നെന്ന് വിളിച്ചാൽ ഈ ഉമ്മ സമ്മതിക്കോ? നമ്മൾ എവിടേക്കായി പോയതൊക്കെ? എന്താ നമ്മളെ കയ്യിലുള്ളത്? അയാളുടെ ഉമ്മ, തന്റെ ഭർത്താവിന്റെ ഉമ്മ തന്റെ ഉമ്മാനെ പോലെ കണക്കാക്കണം, ഉപ്പാനെ പോലെ കണക്കാക്കണം. തള്ള തന്നൊന്നും വിളിക്കരുത്. ബഹുമാനത്തോടെ സംസാരിക്കണം അവരെ പറ്റി. നീ അവരെ സംരക്ഷിക്കണം. നീയാണ് ആ മാതാപിതാക്കള് ഇങ്ങനെ ഒരു മോനെ നിനക്ക് വേണ്ടി പോറ്റി വളർത്തി നിന്റെ കയ്യിൽ തന്നിരടി, അതിന്റെ നന്ദിയാണ്. അതാണല്ലോ മഹർ. ശ്രദ്ധിച്ചോ? അത് മഹർ എന്താ മഹർ? ഈ സ്ത്രീ ഇത്രയും കാലം അവളുടെ ചാരിത്രം സൂക്ഷിച്ച് ജീവിച്ചില്ലേ? താളപ്പിഴകൾക്ക് പോവാതെ ജീവിച്ചില്ലേ? അവൾക്ക് പ്രായപൂർത്തിയായിട്ട് കുറെ കാലമായി.
പക്ഷെ അവൾ തെറ്റിലേക്കും തെമ്മാടിത്തത്തിലേക്കും പോവാതെ തന്റെ ജീവിത വിശുദ്ധി മുഴുവൻ തന്റെ പുതിയാപ്പിളക്ക് സമർപ്പിക്കാൻ വേണ്ടി കാത്തിരുന്നില്ലേ? അതിനുള്ള സമ്മാനമായി മഹർ. അതെ, അതിനുള്ള സമ്മാനം. അല്ലെങ്കിൽ ഈ ലൈംഗിക ബന്ധത്തിന് അങ്ങനെ പറയാൻ പറ്റുമോ? അത് അല്ല അല്ല. ആ സ്ത്രീ ജീവിതത്തിൽ കാണിച്ച ഒരു പാതിവൃത്യത്തിന്, പരിശുദ്ധിക്ക് അവൾ കാത്തു സൂക്ഷിച്ച അവളുടെ ജീവിതത്തിന്റെ ആ സൂക്ഷ്മതക്ക്, അതിനുള്ള സംതൃപ്തിയാ ഇതടി നിനക്ക് മഹറൊന്നും തന്നാ പോരാ, ഇത് നീ കയ്യിൽ വെക്കുക എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാ ആ മാതാപിതാക്കളോട് ഉണ്ടാവേണ്ട വികാരം. ഇങ്ങനത്തെ ഒരു പയ്യനെ പോറ്റി വളർത്തി വിദ്യാഭ്യാസം ചെയ്യിച്ച് ആരോഗ്യവാനായി എൻ്റെ മോൾക്ക് വേണ്ടി കാത്തു സൂക്ഷിച്ചത് അവരുണ്ടാവില്ലേ? ഇതുപോലെ പൊന്നുപോലെ നോക്കണം, ശരിക്കും നോക്കണമല്ലോ രണ്ടുപേരെ. ഈ ചിന്ത നമ്മുടെ സമുദായത്തിന് നഷ്ടപ്പെട്ടിട്ട് നമ്മളൊക്കെ തനിച്ച് മാറാൻ ശ്രമിച്ചു. അതനുസരിച്ചൊരു പ്രേരണ രണ്ട് ഭാഗത്തെയും അമ്മാവന്മാരും അമ്മായിമാരും, അമ്മോശാങ്കാരും അമ്മായിമാരും നൽകുകയും ചെയ്തപ്പോഴാണ് നമ്മൾ ചുരുങ്ങി ഉള്ള നന്മ നഷ്ടപ്പെട്ട്. തിരിച്ചു പോകണം, നമുക്ക് തിരിച്ചു വരണം നമുക്ക്. അപ്പോ ഈ രണ്ടാമത്തെ ഒരു സാധനമല്ലോ, ഈ ഒഴിഞ്ഞു മാറുക, പിന്നെ ഭേദം ചെയ്യാന്നൊക്കെ പറഞ്ഞ പക്ഷേക്ക് ഞാൻ പോകുന്നില്ല. അതൊരു വല്ലാത്ത ചിന്തയാണ്. എനിക്ക് പറയാൻ തന്നെ വിഷമമുണ്ട്, അങ്ങോട്ട് ചിന്തിക്കുന്നതിനെ പറ്റി തന്നെ, പ്രായമായവരെ പറ്റിയുള്ള. അപ്പൊ ആ ഒരു രീതിയിൽ അതുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇനി ഞാൻ കൂടുതൽ പറയേണ്ടതില്ല. ഖുർആൻ പറഞ്ഞ ഈ ആശയങ്ങളിൽ, ഈ തത്വങ്ങൾ നിന്നുകൊണ്ട് നമ്മൾ സ്വയം പരിശോധിക്കാം. എന്താണ് നമ്മുടെ അള്ളാഹു ഏൽപ്പിച്ച നമ്മുടെ മാതാപിതാക്കളോ നമ്മുടെ കുടുംബത്തിൽ ഇതുപോലെ നിൽക്കുന്ന ബന്ധുജനങ്ങൾ ഇതുപോലെ നിൽക്കുന്ന വൃദ്ധരായ ആളുകളോടോ ഏത് നിലക്കുള്ളൊരു ജീവിതമാണ് അവർ നയിക്കുന്നത്? അവർ സന്തുഷ്ടരാണോ സംതൃപ്തരാണോ എന്ന് പരിശോധിക്കാം. നമ്മുടെ ഭാഗത്താണ് തെറ്റെങ്കിൽ ആ കോടതിയിൽ ഏറ്റുപറയാ, മാപ്പ് തരാതിരിക്കില്ല, ആ മാപ്പ് തരും. എന്നിട്ട് അവരോട് പറയണം, ഈ മകന് വേണ്ടി, ഈ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ ഭാര്യയുടെ ഭാഗത്താണ് തെറ്റു വന്നതെങ്കിൽ അവരെ അത് പറഞ്ഞ് ബോധ്യപ്പെടുത്തണം, അതിന്റെ ഗൗരവം ബോധ്യപ്പെടുത്തണം. എന്നിട്ട് അവർക്കും പശ്ചാത്താപം ഉണ്ടാവണം, തിരിച്ചു വരാനും നന്മകൾ ചെയ്യാനും അവർക്കും തോന്നിക്കണം. എന്നിട്ട് നമ്മിൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഈ ബോധവൽക്കരണം ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ എവിടെയൊക്കെയാണോ ആ ബോധവൽക്കരണം നടക്കണം. പ്രായമായവരോട് മുഴുവൻ ഒരു സ്നേഹത്തിന്റെ, ആദരവിന്റെ, ബഹുമാനത്തിന്റെ, എനിക്കൊക്കെ പറഞ്ഞാൽ തീരൂല. അവരൊക്കെ കാണുമ്പോൾ തന്നെ ചിലപ്പോൾ ഒരു ബർക്കത്താ തോന്നാറ്. കണ്ടില്ലെങ്കിൽ പലപ്പോഴും ഈ ആളുകൾ പള്ളിയിലൊക്കെ ഇരുന്ന് സംസ്കരിക്കാനൊക്കെ ഉണ്ടാവും, ഉള്ളാവതൊക്കെ ആയിട്ട് വന്നിട്ട് ഓരോടൊക്കെ കൂടി സംസാരിച്ച് എന്തെല്ലാം വിവരം കിട്ടാന്നറിയോ, എന്തെല്ലാം ചരിത്രസമ പറഞ്ഞു കിട്ടുമെന്നറിയോ. മാത്രമല്ല ആ പ്രായത്തിൽ അവർക്ക് അതൊക്കെ സന്തോഷമാണ് അതൊക്കെ പറഞ്ഞു തരാനൊക്കെ. അതാണ് അവിടെ ശ്രദ്ധിക്കാൻ ഞാൻ പറയാൻ ബാക്കി വെച്ചൊരു ഭാഗം. ഈ വാർദ്ധക്യത്തെ നമുക്ക് തിരിച്ചു വരാനുണ്ട് എന്ന് കണക്കാക്കിയിട്ട് നാം ഇപ്പോഴേ പ്ലാൻ ചെയ്യാന്ന് എനിക്ക് പറയാനുള്ളത്. മനസ്സിലായില്ല ഞാൻ പറഞ്ഞത്? എനിക്കും നിങ്ങൾക്കൊക്കെ വരാണ്ട്, എപ്പോഴാണെന്നറിയില്ല, ആ സമയം അനുസരിച്ച് വരും. അത് വരുമ്പോൾ നാം ഇപ്പോഴേ നമുക്കൊരു ഐഡിയ ഉണ്ടാവണം, ചിന്ത ഉണ്ടാവണം. അതാണ് ഞാൻ പറയാൻ വിട്ടൊരു ഭാഗം. അതൊന്ന് സ്പർശിക്കാതിരുന്നാൽ അപൂർണമാവും തോന്നുന്നു. അതെന്താണെന്നറിയോ? വാർദ്ധക്യം സംഭവിച്ച ആളുകള് അവരും അവരുടെ മര്യാദ പാലിക്കണമല്ലോ. അവരെ മര്യാദ. മൂന്നാളുകള് അള്ളാഹു അവരെ നോക്കൂല, സംസാരിക്കൂല, മിണ്ടൂല പരലോകത്ത്. ആരാണ്? മലിക്കുൽ കദ്ദാബ്, പെരും കള്ളം പറയുന്ന ഒരു രാജാവ്. അയാൾ കള്ളം പറയേണ്ട ആവശ്യമില്ല, പിന്നെ എന്തിനാ അയാൾ കളവ് പറയുന്നത്? രാജാവ് പറഞ്ഞ ആൾക്കാർ കേൾക്കും, പിന്നെ അയാൾ നുണയും പറയണോ? ഷെയ്ഖുൽ ജാനിൻ, വയസ്സനായ വ്യഭിചാരി, വയസ്സായി കിടന്നിട്ട് സിനാ ചെയ്യാൻ പോയി. അയാൾക്ക് ഇപ്പൊ അതിന്റെ ആവശ്യമില്ല, പ്രായം കഴിഞ്ഞെല്ലാം കഴിഞ്ഞ് ഈ പ്രായത്തിൽ അയാൾ വ്യഭിചരിക്കാൻ പോയത്. റബ്ബ് അയാളോട് നോക്കിയാലും മിണ്ടയില്ല. ആയിലും മുസ്തക്ബിർ, ദരിദ്രനാ പക്ഷെ ഭയങ്കര കിബറനാ. എന്താണ് ആ വാക്കൊക്കെ എന്ന് പറയുന്നത്? മൂന്നാൾക്കാരോട് പഠിച്ചോ മിണ്ടൂലെന്ന് പറഞ്ഞേ. കളവ് പറയേണ്ട ആവശ്യമില്ലാത്തവനാ ശരിക്കും രാജാവ്. കള്ളം പറയുന്ന രാജാവ്, വ്യഭിചരിക്കുന്ന വൃദ്ധൻ, അതുപോലെ തന്നെ അഹങ്കാരിയായ ദരിദ്രൻ. ഇത് മൂന്നുപേരും. അല്ലാത്തവർക്ക് ദരിദ്രരാവാന്ന് അർത്ഥമില്ല. ആ ദരിദ്രനാണ്, പോരാത്തതിന് മൂപ്പര് കിബറിലോട്ട് കുറവില്ല പറഞ്ഞാല്. അതുപോലെ തന്നെ വയസ്സനാണ്, 60 വയസ്സായ വൃദ്ധൻ മദ്രസയിൽ പഠിക്കുന്ന കുട്ടിയുമായി പിന്നെ പീഡിപ്പിച്ചു എന്നെല്ലാം കൂടി വാർത്ത വന്നിട്ട് ഒരു കൊല്ലായി തോന്നുന്നു. അങ്ങനത്തെ വാർത്തകൾ വന്നതിന്റെ കണക്കാണ്, ഇപ്പൊ വരാത്തതിന്റെ കണക്ക് നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് വാർദ്ധക്യം സംഭവിക്കുന്ന, ഞാൻ ഇപ്പൊ നമ്മൾ വർദ്ധരല്ല അൽഹംദുലില്ലാ, ആ ഇതുണ്ടെങ്കിൽ അപ്പോഴേ മനസ്സിലുണ്ടാവണം. ഹദീസ്, അള്ളാഹു ഒരു മനുഷ്യനോട് നീതിയാണ് കാണിച്ചത്. അള്ളാഹിനെ പഴി പറയണ്ട, അയാളുടെ ആയുസ് അള്ളാഹു നീട്ടിക്കൊടുത്തു 60 വയസ്സ് വരെ. 60 വയസ്സ് വരെയൊക്കെ ജീവിതം ആയുസ് കിട്ടിയിട്ട് പിന്നെയും നന്നായിട്ടില്ലെങ്കിൽ പടച്ചോനെ കുറ്റം പറയരുത്. അതിന്റെ അർത്ഥം 60 ഇഞ്ഞും കുറെ കൊല്ലണ്ടോന്ന് കണക്കൂട്ടാനല്ല. ആയുസ് തന്നിട്ട്, ആയുസും ജീവിതവും അള്ളാഹു നീട്ടി തന്നിട്ടും നന്മയിലേക്ക് തിരിച്ചു വരാതെ പിന്നെയും കുരുത്തക്കെട്ടിലേക്ക് പോകാന്ന് പറഞ്ഞാലോ
കള്ളുകൂടി കൂടി, അനാവശ്യങ്ങൾ കൂടി, വേണ്ടാത്തരങ്ങൾ കൂടി, ഇവിടേക്കാ പ്രായമായവൻ അത് നിയന്ത്രിച്ച് നിർത്തണമായിക്ക് വരണം. ഫൈദ ഫറഅത ഫൻസബ്, അതാണ് റിട്ടയർമെന്റ് ഇല്ല എന്നുള്ളതിന് തെളിവ്. എന്റെ ആശയങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. ഫൈദ ഫറഅത, നീ വിരമിച്ചാൽ ഫൻസബ്, വീണ്ടും അധ്വാനിക്ക്. വൈലാ റബ്ബിക, നിന്റെ രക്ഷിതാവിനോട് ഫർഗബ്, കൊതിക്കുകയും ചെയ്യും. നാട്ടിൽ ചെന്നപ്പോ കഴിഞ്ഞ തവണ മുമ്പ് ഒരു പണിയെടുക്കുന്ന ഒരാളെ കണ്ടപ്പോ എന്റെ കുട്ടിക്കാലത്ത് ഞാൻ അയാളെ കാണാറുണ്ട്. മുസ്ലിം അല്ല. ഇപ്പൊ എത്ര വയസ്സായത്? 72 വയസ്സായത്. 72 വയസ്സായ ഒരു മനുഷ്യൻ ഈ കൽപ്പണിക്കാരന് കയ്യാളായിട്ട്, സഹായിയായിട്ട്, ഹെൽപ്പറായിട്ട് നിന്ന് കൊടുക്കുക. ഇയാൾ ഈ പണി, ഞാൻ കുട്ടിക്കാലം, ഇപ്പൊ അയാൾക്ക് 72, ഒരു കുഴപ്പമില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല, സുഖമായിട്ട് ജോലി ചെയ്തു. നമ്മളെ സമുദായത്തിലേക്ക് എത്തിയാൽ പിന്നെ വയ്യ വയ്യ വയ്യ, ഇത് മാത്രമായി മാറെങ്ങനെ? അതുണ്ടാവരുതല്ലോ. ഫൈദ ഫറഅത ഫൻസബ്. ഇവിടെ ഒരു പക്ഷേ പ്രവാസി ഈ അധ്വാനം കഴിഞ്ഞ് തിരിച്ചു കൊണ്ടിരും, പിന്നെ അവന് രോഗം വരാൻ വരുന്നിരിക്കല. അവിടെ അപ്പൊ പുതിയൊരു മാർഗം കണ്ടെത്തണം. എന്തെങ്കിലും ഒന്ന്. ജീവിതത്തിന്റെ ഒരു ഘട്ടം അവസാനിക്കുമ്പോ മറ്റൊരു ഘട്ടത്തിലേക്ക് അള്ളാഹുവിന്റെ ദീൻ നിങ്ങളെ വിളിക്കുന്നു, ഈ ഉമ്മത്ത് നിങ്ങളെ വിളിക്കുന്നു. നിങ്ങൾക്ക് അവരെ റിട്ടയർമെന്റ് പഠിക്കാൻ തയ്യാറാണോ? പഠിപ്പിക്കാൻ തയ്യാറാണോ? നിങ്ങൾക്ക് പ്രബോധന പ്രവർത്തനം തയ്യാറാണോ? നിങ്ങൾക്ക് മേഖല തുറന്നു കൊടുക്കാം. മുസ്ലിം സമുദായത്തില് ഇഷ്ടം പോലെ. നിങ്ങൾക്ക് വാർദ്ധക്യം വരൂല, വരേണ്ട പ്രശ്നം വരൂല. വാർദ്ധക്യത്തിൽ നിങ്ങൾ തൊഴിലില്ലാത്തവരാവൂല. അങ്ങനെ തൊഴിലില്ലാത്തവരായിരിക്കേണ്ടി വന്നാൽ ആ ബുദ്ധിമുട്ട് പിന്നെ പറയേണ്ടി വരില്ല. ഇത് ലോകം മുഴുവൻ നിശ്ചയിക്കുന്നു, ശ്രദ്ധിക്കുന്നു. ഖത്തറിലും ഗൾഫ് രാജ്യങ്ങളിലും അറബ് നാടുകളിലും ഒക്കെ വൃദ്ധരായ ആളുകൾക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യാൻ പറ്റും, അവരെ എങ്ങനെയെല്ലാം സംവിധാനത്തിലേക്ക്, മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്നൊക്കെ തീവ്രമായ ചർച്ചകളും ചിന്തകളും നടക്കുക. അപ്പം നമ്മളിപ്പോഴേ തുടങ്ങുക, വരുമല്ലോ ഇൻഷാ അല്ലാഹ്. അപ്പോഴേക്ക് നമുക്കൊക്കെ വൃദ്ധാർദ്ധക്യം വരുന്ന സമയത്ത് നമുക്കൊക്കെ ചെയ്യാവുന്ന എന്തെങ്കിലും കൂട്ടായ്മകളെ പറ്റി ചിന്തിച്ചു തുടങ്ങിക്കോ. വിധി ഉണ്ടെങ്കിൽ നമുക്ക്, അല്ലെങ്കിൽ മറ്റാർക്കിനെ ഉപയോഗപ്പെടുത്താൻ സാധിക്കുമല്ലോ എന്നുള്ളതാണ്. അവസാനിപ്പിക്കുന്നു. ഇർഹമു മമ്മിൽ അർള് യർഹമുക്കും മംഫിസ് സമാ. ഈ ദുനിയാവിലുള്ളവരോട് നിങ്ങൾ കാരുണ്യം കാണിക്കുക, ആകാശത്തുള്ളവന്റെ കാരുണ്യം നിങ്ങളെ തെരഞ്ഞു വരും. ഫദക്കിർ, ഓർമ്മിപ്പിക്കുക. ഇന്നഫഅത്ത് ദിക്റ, അത് പ്രയോജനപ്പെടുമെന്ന് തോന്നുന്നവരോടും തോന്നുന്ന സന്ദർഭങ്ങളിൽ പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കുക. പിരിയാം. ഈ വിഷയത്തെ പറ്റി ഇത്രേ പറയാനുള്ളൂ. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. റബ്ബുൽ ആലമീനായ തമ്പുരാനെ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ അബദ്ധങ്ങൾ, അശ്രദ്ധകൾ, പോരായ്മകൾ ഞങ്ങൾക്ക് നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ നാഥ. അവയുടെ പേരിൽ ഇഹത്തിലും പരത്തിലും ഞങ്ങളെ നീ ശിക്ഷിക്കുകയും ചെയ്യരുതേ നാഥ. റബ്ബുൽ ആലമീനായ തമ്പുരാനെ, ദീനിന്റെ നിയമങ്ങൾ തിരിച്ചറിയാനും അത് മനസ്സിൽ ഓർമ്മിക്കാനും അത് പാലിച്ചുകൊണ്ട് ജീവിതം ക്രമീകരിക്കാനുമുള്ള ഒരു ജീവിതം ഞങ്ങൾക്ക് നീ എളുപ്പമാക്കി തരികയും ചെയ്യണമേ നാഥ. അള്ളാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണമേ നാഥ. അവർക്ക് നീ സുഖവും സമാധാനവും പ്രദാനം ചെയ്യണമേ നാഥ. അള്ളാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കളിൽ മരണപ്പെട്ടു പോയവരുടെ ബർസഖിയായ ജീവിതം നീ സുഖകരമാക്കി തീർക്കണമേ നാഥ. സ്വർഗത്തോപ്പാക്കി അത് മാറ്റിക്കൊടുക്കണമേ നാഥ. അവരുടെ എല്ലാ തെറ്റുകളും പൊറുക്കുകയും അവരോടൊപ്പം സ്വർഗത്തിൽ സമ്മേളിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകുകയും ചെയ്യണമേ നാഥ. അള്ളാഹുവെ, ഞങ്ങളെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ സുഖം നൽകണമേ നാഥ. അവരുടെ കടപ്പാടുകൾ നിർവഹിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണമേ നാഥ. അവർക്ക് ആവശ്യമുള്ളൊരു സന്ദർഭത്തിൽ അവരെ സമീപത്തെത്താൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണമേ നാഥ. അവരും ഞങ്ങളും സ്വർഗത്തിൽ സന്ധിക്കാൻ നീ തൗഫീഖ് നൽകണമേ നാഥ. ഇലാഹി, ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്ന്, മക്കളിൽ നിന്നൊക്കെ ദീനിയായ കാഴ്ചപ്പാടുകൾക്ക് അനുസൃതമായൊരു ജീവിതം ലഭിക്കാൻ നീ തൗഫീഖ് നൽകണമേ നാഥ. ആ തരം കാര്യങ്ങൾ കേൾക്കാനും അത് പാലിക്കാനുമുള്ള ഒരു സൗമനസ്സും അവരുടെ എല്ലാം കൽബുകളിൽ നീ ഉണ്ടാക്കി തീർക്കണമേ നാഥ. ഞങ്ങളുടെ മക്കളെ സാലിഹ്യങ്ങളായ മക്കളായി വളർത്താനും അവരോടുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചു തീർക്കാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണമേ നാഥ. ഇലാഹി, ഈ പ്രവാസ ജീവിതത്തിൻ്റെ സമയത്ത് ഉണ്ടാകുന്ന വിഷമങ്ങൾ, വിചാരിതവും ഔചാരിതവുമായ വിവിധതരം പ്രയാസങ്ങൾ, അതിൽ നിന്നെല്ലാം ഞങ്ങളെ നീ കാത്തുരക്ഷിക്കുകയും മാരകമായ രോഗങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കുകയും ആപത്തുകളിൽ നിന്നും കാത്തുരക്ഷിക്കുകയും ഞങ്ങൾക്ക് ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ച് തീരും വരെ ഞങ്ങളെ തിരിച്ചു വിളിക്കാതിരിക്കാൻ ഞങ്ങളോട് നീ കനിവ് കാണിക്കുകയും ചെയ്യണമേ നാഥ. റബ്ബുൽ ആലമീനായ നാഥ, ലോകത്തിൻ്റെ നാനാഭാഗത്ത് നിന്റെ ദീനിനു വേണ്ടി ജിഹാദ് നടത്തുന്നവരെ നീ സഹായിക്കണമേ നാഥ. അവർക്ക് നീ രക്ഷയും വിജയവും നൽകുകയും ചെയ്യണമേ നാഥ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم الف بين قلوب المؤمنين ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا ارحم الراحمين وصلى الله على سيدنا